നമസ്കാരം. പാലക്കാട് കഞ്ചിക്കോട്ടെ എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാല തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ പിണറായി സർക്കാർ ചില ചോദ്യങ്ങൾ നേരിടുന്നുണ്ട്. കടുത്ത ശുദ്ധജലക്ഷാമം നേരിടുന്ന ഒരു മേഖലയിൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യവസായം തുടങ്ങുന്നതിന് പഞ്ചായത്തിന്റെ അനുമതി വാങ്ങിയിരുന്നു. ഭാവിയിൽ ദാഹജലം കിട്ടാതെ ശ്വാസം മുട്ടേണ്ടി വരുമെന്ന ആശങ്കയിൽ കഴിയുന്ന അവിടുത്തെ ജനങ്ങളെ കേട്ടിരുന്നു. നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെയുള്ള സർക്കാരിന്റെ മലബാർ ഡിസ്റ്റിലറിക്ക് കഴിഞ്ഞ 4 വർഷമായി വെള്ളം കൊടുക്കാനായിട്ടില്ല എന്ന വസ്തുത കണക്കിലെടുത്തിരുന്നു. ഭൂഗർഭ ജലത്തിന്റെ തോതിൽ അപായ മേഖലയായി പരിഗണിച്ച പ്രദേശത്ത് ഒരു പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയോ? ഇതിനൊക്കെ പുറമെയാണ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കുടുങ്ങിയ ഒയാസിസ് കമ്പനിയുമായുള്ള കരാറിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന അഴിമതി ആരോപണം. എന്നിട്ടും പദ്ധതിയുമായി മുന്നോട്ടു പോകും എന്നാണെങ്കിൽ അതിന് പ്രദേശവാസികൾക്കും പരിസ്ഥിതിവാദികൾക്കും മുന്നിൽ സർക്കാർ നിരത്തുന്ന വാദങ്ങൾ കുടിനീര് പോലെ തെളിമയുള്ളതാകണം. എൻകൗണ്ടർ പ്രൈം തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. പുതിയ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മദ്യനിർമ്മാണ കമ്പനി കേരളത്തിൽ അവരുടെ പ്ലാന്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ തന്നത്. അപേക്ഷ നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് സർക്കാർ അതിന് ശരിയായ രീതിയിൽ എല്ലാ പരിശോധനകൾക്കും ശേഷം അനുമതി നൽകി. പ്രാരംഭാനുമതിയാണ് നൽകിയിട്ടുള്ളത്. ആ പ്രാരംഭാനുമതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം അത്രയും സുതാര്യമായ രീതിയിൽ നടന്നൊരു കാര്യമാണ്. കമ്പനിക്ക് ആവശ്യമായ വെള്ളം ആര് കൊടുക്കും? വാട്ടർ അതോറിറ്റി കൊടുക്കും, സർക്കാർ കൊടുക്കുന്ന ഉറപ്പ് കൊടുത്തിരിക്കുക. പച്ചവെള്ളം കുടിക്കാനില്ലാത്ത ഈ നാട്ടിലെ ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി അലയുമ്പോൾ, ലോറിയിൽ വെള്ളം കൊണ്ടുവരുമ്പോൾ നാണമാനുണ്ടോ ഈ MP രാജേഷിന്? സ്വന്തം നാട്ടിൽ സ്വന്തം ജില്ലയിൽ ഈ കരാർ കമ്പനിക്കാർ, ഈ മദ്യ കമ്പനിക്കാർക്ക് വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വലിയ ആവേശത്തോടു കൂടി പ്രതികരിക്കുകയാണ്. അപ്പോൾ ഈ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ എത്രയോ വർഷങ്ങളായിട്ട് സ്വന്തമായിട്ടൊരു കുടിവെള്ള പദ്ധതിയില്ല. പലയിടത്തും കുഴൽക്കിണർ കുടിച്ച വെള്ളം കിട്ടുന്നില്ല. 500ഓളം കുഴൽക്കിണറുണ്ട്, 400ഓളം എണ്ണം പ്രവർത്തിക്കുന്നുണ്ട്. 100-ലധികം ഇപ്പോൾ ഒരു തുള്ളി വെള്ളം ഇല്ലാതിരിക്കുക. CPIഎമ്മിലെ അഡ്വക്കേറ്റ് K. അനിൽകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോസഫ് C. മാത്യു, പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ CR നീലകണ്ഠൻ, എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേവതി ബാബു എന്നിവരാണ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം അതിഥികളായുള്ളത്. ശ്രീ ജോസഫ് C. മാത്യു, എലപ്പുള്ളിയിൽ സർക്കാർ തുടങ്ങാൻ പോകുന്ന ഈ ബ്രുവറി അത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഗോപി, ഇത് 2018 സമാനമായൊരു ബ്രൂവറി എലപ്പള്ളിയിൽ തന്നെ തുടങ്ങുന്നത് സംബന്ധിച്ചുള്ള ആലോചന, അതിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ ഈ സർക്കാർ നടത്തിയതാണ്. അന്ന് അവിടെ MLA ആയിരുന്നത് സഖാവ് VS അച്യുതാനന്ദനാണ്. അദ്ദേഹം തന്നെ പരസ്യമായി അതിനെതിരായി രംഗത്ത് വന്നതാണ്. നിങ്ങൾ ഒക്ടോബർ 1, 2018 അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. ഞാൻ അദ്ദേഹം രംഗത്ത് വന്നതുകൊണ്ട് ഇത് വേണ്ട എന്ന് പറയുകയല്ല. അദ്ദേഹം അവിടുത്തെ MLA എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമായി ഒരു MLA ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് എലപ്പള്ളി എന്ന് പറയുന്ന ഈ പഞ്ചായത്തിൻ്റെ മഴനിഴൽ പ്രദേശത്തുള്ള പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമവും അതിൻ്റെ രൂക്ഷമായ അവസ്ഥയും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകരുത്, ഒരു കാരണവശാലും കൊണ്ടുപോകരുത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞത് കേരളത്തിലേക്ക് വരുന്ന ഒരു നിക്ഷേപം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇതിനെ പറയുന്നത്. തീർച്ചയായിട്ടും അത് കേരളത്തിലേക്ക് വരുന്ന ഒരു നിക്ഷേപമാണ്. ഏത് സംരംഭവും അങ്ങനെ നിക്ഷേപം ആണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു മദ്യനിർമ്മാണശാലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാധാരണ ഒരു നിക്ഷേപം എന്നുള്ള രീതിയിലുള്ള പരിഗണന മാത്രം കൊടുത്താൽ പോരാ എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നാമത് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ ജലത്തിൻ്റെ ലഭ്യത എന്നുള്ളത് തന്നെയാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് തുടങ്ങരുത് എന്നുണ്ടെങ്കിൽ അതിലേറ്റവും അവസാനം പരിഗണിക്കേണ്ട സ്ഥലമാണ് ഏലപ്പള്ളി. അതായത് ഒരു സ്ഥലം ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കേണ്ട സ്ഥലമാണ് ഈ പ്രദേശം എന്ന് നമുക്കറിയാം. അപ്പോൾ മറ്റ് പല പ്രദേശങ്ങളിലില്ലാതെ ആവർത്തിച്ച്
അവിടെ തന്നെ ഈ സംരംഭം വരാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ എന്തൊക്കെ താല്പര്യങ്ങളാണെന്നുള്ളത് വേറെ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ 500 കിലോ ലിറ്റർ പെർ ഡേ, അതാണ് ഈ KLPD എന്ന് പറയുന്നത്, അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു ഒരു യൂണിറ്റ് അവിടെ തുടങ്ങുമ്പോൾ 500 കിലോ ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണം, 5 ലക്ഷം ലിറ്റർ വരും. അപ്പോൾ അതിന് 1 ലിറ്ററിന് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടുന്ന ജലത്തിൻ്റെ ലഭ്യതയും കൂടി നമ്മളൊന്ന് നോക്കണം. അതായത് 15 മുതൽ 20 ലിറ്റർ വരെ വെള്ളം വേണ്ടി വരും എന്നാണ് കണക്ക്. ഏറ്റവും കൂടുതൽ സർക്കുലേഷനും റീസർക്കുലേഷനും എല്ലാം കൂടി ചെയ്താലും ഇവർ തന്നെ കൊടുക്കുന്ന പ്രോജക്റ്റ് റിപ്പോർട്ടുകളിൽ പോലും ഒരു 6 ലിറ്ററിൽ കുറഞ്ഞുള്ള കണക്കില്ല. അപ്പോൾ ഇത്രയധികം ജലം അവിടെ നിന്ന് ഊറ്റിയെടുക്കാൻ ആ പ്രദേശത്ത് ജലമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവിടെ കൊണ്ടും തീരുന്നില്ല. പിന്നീട് നമ്മൾ പറയുന്നത് 1 മില്യൺ ഹെക്ടോ ലിറ്റർ ബിയർ ഉൽപ്പാദനത്തെക്കുറിച്ചാണ്. ആ ബിയർ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10 കോടി ലിറ്റർ. അതിനും ഇതുപോലെ 5-6 മടങ്ങെങ്കിലും കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് അത്രയുമെങ്കിലും ജലം ആവശ്യമുണ്ട് എന്ന് നമുക്കറിയാം. പിന്നീട് ആ ജലലഭ്യത എന്നുള്ളതാണ് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിന് വാട്ടർ അതോറിറ്റി അവിടെ വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞാൽ ആ വാട്ടർ അതോറിറ്റിയെ തന്നെ പിരിച്ചുവിടേണ്ടതാണ്. റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ മറുപടി പറയേണ്ടതാണ്. അവിടെ കുടിവെള്ളം കൊടുക്കാനില്ല എന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ജോസഫ് സി മാത്യു, ഒറ്റ കാര്യം, അതായത് സർക്കാരിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഒന്ന് താങ്കൾ പറഞ്ഞതുപോലെ ജല അതോറിറ്റിയുമായിട്ടുള്ള ഒരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നത് വാട്ടർ റീസൈക്ലിംഗ് ആണ്. അതായത് റിവർ വാട്ടർ, പുഴയിൽ നിന്നുള്ള വെള്ളം അത് റീസൈക്കിൾ ചെയ്ത് കൊടുക്കാൻ കഴിയും. പിന്നെ പറയുന്ന മറ്റൊരു ഓപ്ഷൻ ജലസംഭരണികളാണ്. അതായത് മഴവെള്ള സംഭരണികൾ, മഴ പെയ്തിട്ടുള്ള വെള്ളം ആ റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിലൂടെ ഈ ജലം എത്തിക്കാൻ കഴിയുമെന്നാണ്. ഇതൊക്കെ തീർത്തും അപ്രായോഗികമായ ഒന്നാണ് എന്ന അഭിപ്രായമാണോ താങ്കൾക്ക്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഭരണപരമായ ഈ കാര്യങ്ങളിലെ സുതാര്യതയില്ലായ്മയാണ് പ്രധാനമായിട്ടും പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയൊരു കാര്യം. അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി പരിസ്ഥിതി ആഘാതം എന്ന ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഈ പദ്ധതിക്കെതിരെ നിൽക്കാൻ എന്നാണോ ശ്രീ ജോസഫ് സി മാത്യുവിൻ്റെ അഭിപ്രായം? അല്ല, തീർച്ചയായിട്ടും ജലത്തിൻ്റെ ദൗർലഭ്യം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ്. ഇത്രയും ജലം ഊറ്റുന്ന കമ്പനികളെ നമ്മൾ വളരെ ബുദ്ധിമുട്ടി അവിടുന്ന് ഓടിച്ചു വിട്ടതാണ്. അത് വളരെ പ്രശ്നമാണ്. ഇപ്പോൾ വാട്ടർ കൺസർവേഷൻ്റെ കാര്യം, ആ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിച്ച പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മളോടൊപ്പം ചർച്ചയിലുള്ളത്. അവിടെ വാട്ടർ കൺസർവേഷനും റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങും അതുപോലെ ഒരുപാട് ശ്രമഫലമായി കുടിവെള്ളം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പഞ്ചായത്ത്. ആ ശ്രമങ്ങളെയാണ് രാജ്യം ആദരിച്ചത്. അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു പ്രദേശത്താണ് ഇത് കുപ്പിയിലാക്കി മദ്യവും കൂടി ചേർത്ത്, നേരത്തെ കൊക്കക്കോള ചെയ്തതുപോലെ അതിനേക്കാൾ പ്രശ്നമായിട്ട് ഇത് അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ സ്പെൻഡ് വാട്ടർ, അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതെല്ലാം പ്രശ്നമാണ്. ഗോപി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഡീസെൻട്രലൈസേഷനെ കുറിച്ച്, അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ള ആൾക്കാർ പഞ്ചായത്ത് ഇത് അറിയേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അതിന് പറയുന്നത് എന്താണ്? സിംഗിൾ വിൻഡോ. അതെന്ത് വിൻഡോയാണ്? ഇതൊരു ജനലാണോ ഇവരുണ്ടാക്കുന്നത്? ഒരു കവാടമാണോ ഉണ്ടാക്കുന്നത്? ഇവരെ അധികാരം കവർന്നെടുക്കാൻ വേണ്ടി ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഉണ്ടാക്കുകയാണ്. 2023 കൊണ്ടുവന്ന ഒരു ഉത്തരവ് എന്താണ്? ഇത്തരം സിംഗിൾ വിൻഡോയിൽ കൂടെ ലൈസൻസ് കൊടുക്കുന്നതിനെതിരായിട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കേസിന് പോകുന്നതിനെ തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും താഴോട്ടുള്ളതിൻ്റെയും മുഴുവൻ കടക്കൽ കത്തിവെക്കുന്ന പരിപാടിയാണ് ഈ സർക്കാർ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം അഴിമതി ഒളിച്ചു കടത്തുന്ന ജനലാണ് ഈ സിംഗിൾ വിൻഡോ. അത് റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം ഓരോ വകുപ്പിൻ്റെയും മറ്റു വകുപ്പുകളുടെ ഉള്ളിൽ കൈ കടത്തി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒന്നാണ്. അത് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയെ മാത്രമല്ല ഞാൻ പറയുന്നത്, അത് കുറേ നാളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗോപി? ലിബറലൈസേഷൻ എത്രത്തോളം നന്നായി നടപ്പിലാക്കി എന്നുള്ളതിൻ്റെ അളവുകോലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇത് ഞാൻ പറയുന്നതല്ല. CPM-ൻ്റെ 10 രേഖകൾ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് ഇട്ട് തരാം. 22ാം പാർട്ടി കോൺഗ്രസിൻ്റെ രേഖ വേണമെങ്കിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. ഇപ്പോൾ ഈ EIA പഠനം ഈസ് ഓഫ് ബിസിനസ് നടത്തുന്നതിൻ്റെ പേരിൽ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ബൃന്ദാക്കാരായിട്ട് മോഡി സർക്കാരിന് അയച്ച കത്ത് ഞാൻ അങ്ങോട്ട് ഇട്ട് തരാം, അല്ലെ ഞാൻ വായിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം കൂടി ഈ സർക്കാരിൻ്റെ നയം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഘടകവിരുദ്ധമായ കാര്യം. ഇനി ഇപ്പോൾ വന്നിരിക്കുന്ന പോളിസി ഉണ്ടല്ലോ, ഒന്ന് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ എന്താ പറഞ്ഞതെന്നും
അന്നത്തെ പരസ്യങ്ങളും ഒക്കെ നമുക്കറിയാം. ഇപ്പോൾ അവസാനം വന്നിരിക്കുന്ന പോളിസിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എഥനോൾ മാനുഫാക്ചറിങ്ങിന് അനുമതി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇതിൽ എഥനോൾ മാനുഫാക്ചറിങ്ങിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഈ പ്രോജക്റ്റ് നടക്കുന്നത് അതുമാത്രമാണോ? സത്യത്തിൽ ആ നയത്തിൽ പോലും പറയുന്നത് എന്താണ്? ധാന്യേതര കാർഷിക വിളകൾ ഉപയോഗിച്ചുകൊണ്ട് ബിയർ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അനുമതി അങ്ങനെയാണോ? അങ്ങനെ അല്ലാതെ ധാന്യങ്ങൾ, അരി ഒരു ധാന്യമല്ലേ? എന്നിട്ട് ബ്രോക്കൺ റൈസ് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന അടിയിൽ എഴുതി വെച്ചാൽ അങ്ങനെ തന്നെ പറയാം. അതായത് ഉപയോഗശൂന്യമായ അരി, ചോളം, പച്ചക്കറി വേസ്റ്റ്, മരച്ചീനി സ്റ്റാർച്ച്, ഇതാണ് അസംസ്കൃത വസ്തുക്കളായി അല്ല. ഗോപിക്ക് തെറ്റി. ഉപയോഗശൂന്യമായ അരി ഉൾപ്പെടെ എന്നാണ്. ഉപയോഗശൂന്യമായ അരി മാത്രം എന്നല്ല. എന്ന് മാത്രമല്ല, അവസാനം എഴുതിയിട്ടുണ്ട് ബ്രോക്കൺ റൈസ് മാത്രമേ ഉപയോഗിക്കാവൂ. എന്തുകൊണ്ടാണ് ധാന്യേതര കാർഷിക വിളകൾ മാത്രമേ ബിയറിന് ഉപയോഗിക്കാവൂ എന്ന് ഈ അവസാനം ഇറക്കിയ നയത്തിൽ പോലും പറഞ്ഞിരിക്കെ ഇതിലെങ്ങനെയാണ് ഇളവ് കൊടുത്തിരിക്കുന്നത്? ശരി, നമുക്ക് രണ്ടാം ഘട്ടത്തിൽ കുറച്ചുകൂടി വിശദമായി ഈ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞ നിലപാട് ഞാൻ വായിച്ചു തരാം, പരിശോധിക്കാം. ഒരൊറ്റ നിമിഷം ഞാൻ വരാം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഈ ബ്രുവറി അവിടെ കൊണ്ടുവരുമ്പോൾ സർക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ്. പിന്നെ ജലലഭ്യതയെക്കുറിച്ച്, അതാണ് ഇനി അടുത്ത പ്രശ്നമെങ്കിൽ അത് നൽകുന്നത് ജല അതോറിറ്റിയാണ്, അവരുമായി കരാറിലായിട്ടുണ്ടെന്നാണ്. പിന്നെ ഈ ലൈസൻസിൻ്റെ കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ അനുമതിയുടെ കാര്യമാണെങ്കിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി മാത്രമാണ് നൽകിയിരിക്കുന്നതെന്നാണ്. പക്ഷേ സർക്കാർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം പഞ്ചായത്ത് ശക്തമായ രംഗത്ത് വന്നിരിക്കുന്നു. പഞ്ചായത്ത് അറിഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനൊരു പദ്ധതി വരുന്നത് എന്നതാണ് അവരുടെ വാദം. രണ്ടാമത്തെ കാര്യം, ജനങ്ങളെ ഇത് നേരിട്ട് ബാധിക്കുമെന്ന ആശങ്കയിൽ കഴിയുന്ന ജനങ്ങളെ ഇത് അറിയിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ഒരു പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടില്ല. കാരണം ഭൂഗർഭ ജലലഭ്യതയുടെ കാര്യത്തിൽ റെഡ് സോണായി പരിഗണിക്കുന്ന മേഖലയിലാണ് ലക്ഷം ലിറ്റർ വെള്ളം ഉപയോഗിച്ചിട്ടുള്ള മദ്യനിർമ്മാണ കമ്പനിക്ക് ഉള്ള അനുമതി സർക്കാർ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടില്ല. അപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും പരിസ്ഥിതിയുടെ നിലനിൽപ്പിനെ കുറിച്ചും പരിഗണിക്കാതെ ഈ നടപ്പാക്കപ്പെട്ട ഒരു പദ്ധതി എന്ന ഒരു ആരോപണം സർക്കാർ നേരിടുകയാണ്. അതിന് പുറമെയാണ് ഒയാസിസ് പോലെ ഒരു കമ്പനിയെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിന് പിന്നിൽ അഴിമതിയുണ്ട് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇതിനെല്ലാം സർക്കാർ മറുപടി പറയണ്ടേ? എട്ടേകാൽ കൊല്ലക്കാലത്തിനിടയ്ക്ക് കേരള സർക്കാർ ഒരു അഴിമതി പോലും നടത്തിയിട്ടില്ല എന്നുള്ളത് എല്ലാ കോടതികളിലും ഇവർ പോയ എല്ലാ കേസിലും തോട്ട് തൊപ്പിയിട്ട് പ്രതിപക്ഷത്തിന് ലക്ക് കിട്ട് നടക്കുകയാണ്. നമ്മളൊക്കെ ദിവസങ്ങളോളം ചർച്ച ചെയ്ത AI ക്യാമറ കേസ് അഴിമതി ക്യാമറ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ ഫോൺ അഴിമതി എന്ന് പറഞ്ഞ് ചെന്നിത്തല തൊട്ട് തുടങ്ങി സതീശൻ ഏറ്റെടുത്ത കേസ്, ഇതിലൊക്കെ കോടതിയിൽ നിന്ന് ചെവിയുടെ കുറ്റിക്ക് അടികിട്ടിയത് പ്രതിപക്ഷത്തിനാണ്, സർക്കാരിനല്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി കെട്ടിച്ചമച്ച കുഴൽനാടൻ്റെ കേസുണ്ടല്ലോ, മാസപ്പടി, അതിലും ഇതേവരെയുള്ള എല്ലാ കോടതി വിധിയും UDF-നെതിരാണ്, കുഴൽനാടനെതിരാണ്, സർക്കാരിനെതിരല്ല. അതുകൊണ്ട് കേരളത്തിലെ LDF സർക്കാരിനെ അഴിമതി എന്ന് പറഞ്ഞിട്ട് തൊട്ടു നോക്കാൻ പോലും പറ്റാത്ത വിധം വ്യാജങ്ങൾ നിർമ്മിക്കേണ്ടി വന്നൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഖുറാൻ്റെ മറവിലെ കടത്ത് മുതൽ ധാരാളം ഉദാഹരണങ്ങൾ വേറെയുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം തൽക്കാലം ഒരു കൈതോലപ്പായിൽ ചുരുട്ടി KPCC ആഫീസിൻ്റെ അട്ടത്ത് കൊണ്ട് വെക്കുകയായിരിക്കും നല്ലത്. പിന്നെ അഴിമതി തീരെ ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും കർണാടകത്തിലെ സിദ്ധരാമയ്യയ്ക്ക് 300 കോടി രൂപയുടെ ED ആണിപ്പോൾ അവിടെ അവരുടെ സ്വത്ത്, അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരിൽ സമ്പത്ത് ഏറ്റവും കുറവുള്ള മുഖ്യമന്ത്രിമാരിൽ താഴെന്ന് രണ്ടാമത്തെ ആളാണ്. 8 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയാവട്ടെ ഒരു മന്ത്രിയാവട്ടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന അഭിമാന പുരസ്സരം തലയുയർത്തി പിടിക്കുമ്പോൾ ഞങ്ങളുടെ മേലെ അഴിമതി എന്നൊരു വാക്ക് വെച്ചിട്ട് ആരും വർത്താനം പറയണ്ട. ഇവിടെ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞ പോലെ CPM-ൻ്റെ നയം ലംഘിക്കൂ. CPM-ൻ്റെ ഏത് നയം എടുത്താലും ഒരു നയം ഇവിടെ ലംഘിക്കപ്പെട്ടില്ല എന്നതിന് എത്ര വേണം ഞാനങ്ങോട്ട് തെളിവ് തരാം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിലവിലുള്ള നിയമത്തിൽ ഒരു വരി വ്യത്യാസം വരുത്താൻ പാടില്ല. ഇപ്പം തത്വത്തിൽ അനുമതി കൊടുത്തു, അന്തിമാനുമതിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് നിലവിലുള്ള ഏതെങ്കിലും നിയമം ഒഴിവാക്കി കൊടുക്കും എന്ന് കേരള സർക്കാരിന് തീരുമാനമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനം
തീവെട്ടിക്കൊള്ളയാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. വി എം സുധീരൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നിയമവിരുദ്ധമായ ഒരു കാര്യവും ചെയ്യാൻ അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സർക്കാർ ഈ ഉത്തരവിൽ പറയുന്നത് ഇത് പ്രാഥമിക അനുമതി മാത്രമാണ്. ഈ നാട്ടിൽ എന്താണോ നിയമം ആ നിയമപ്രകാരം നിങ്ങൾ വരണം. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 2 ദിവസമായി പ്രതിപക്ഷ നേതാവും മുൻ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടെൻഡറില്ല എന്നാണ്. നിങ്ങൾ ഏഷ്യാനെറ്റ് നിലവിൽ വന്ന ശേഷമാണ് 24 ആരംഭിച്ചത്. 24 ആരംഭിക്കാൻ വേണ്ടി ടെൻഡർ വിളിച്ചിട്ടുണ്ടോ? മനോരമ ചാനൽ ആരംഭിക്കാൻ വേണ്ടി ടെൻഡർ വിളിച്ചിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്തെ ബ്രോഡ്കാസ്റ്റിംഗ് നിയമപ്രകാരം ഇവിടെ ഏത് സ്വകാര്യ സംരംഭത്തിനും പ്രവർത്തിക്കാമെന്ന പോലെ നിങ്ങളുടെ ചാനൽ ആരംഭിച്ചു. അതിന് ടെൻഡർ വേണോ? ഏതെങ്കിലും സ്വകാര്യ സംരംഭത്തിന് ടെൻഡർ വേണോ? സർക്കാർ പണം മുടക്കാത്തൊരു കാര്യത്തിന് ടെൻഡർ വേണോ? അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുൻ നേതാവും മത്സരിച്ച് പറയുന്ന ടെൻഡർ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അവസാനം ടെൻഡർ വേണോ വേണ്ടയോ, സ്വകാര്യ സംരംഭങ്ങൾക്ക് ടെൻഡർ വേണോ വേണ്ടയോ. അടൂർ പ്രകാശിൻ്റെ മദ്യശാല ടെൻഡർ വെച്ചാണോ നടപ്പാക്കിയത്? ഇതാണ് അടുത്ത ചോദ്യം. മൂന്നാമത്തത്, കേരളത്തിൽ ആളുകളെല്ലാം മദ്യം കുടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നൊരു സംവിധാനമല്ല. നമ്മുടെ കേരളത്തിനകത്ത് ഇന്ത്യ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി നോക്കിയാൽ, ശരാശരി നോക്കിയാൽ മദ്യശാലകളുടെ എണ്ണം കുറവ് തന്നെയാണ്. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് വിദേശ മദ്യം കൊണ്ടുവരുന്നത്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഗംഭീരമായിരിക്കുന്നു. ഞങ്ങൾ ഭരിക്കുന്ന കർണാടകത്തിലാണ് ഏറ്റവും ഏറെ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നത്. കർണാടകത്തിലാണ്, ബാംഗ്ലൂരിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി അവിടെയാണ്. അവിടുന്ന് മദ്യം കൊണ്ടുവന്നാൽ മതി, കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ന്യായമാണോ? മഹാരാഷ്ട്രത്തിലെയും കർണാടകത്തിലെയും കരിമ്പ് കൃഷിക്കാരുടെ കരിമ്പ് ഉപയോഗിച്ച് സ്പിരിറ്റ് ഉണ്ടാക്കിയാൽ മതി. കേരളത്തിലെ കർഷകരുടെ കപ്പയും ഇവിടുത്തെ കൈതച്ചക്കയും കശുമാങ്ങ ഉപയോഗിച്ച് നിങ്ങൾ യാതൊരു ഉൽപ്പന്നവും മൂല്യവർദ്ധിത ഉൽപ്പന്നവും ഉണ്ടാക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നത് ന്യായമാണോ? അവിടെയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. കേരളത്തിൻ്റെ വ്യവസായ സംരംഭങ്ങളുടെ വികാസത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. മൂന്നാമത്, ബ്രൂവറി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കമ്പനിക്ക് മാത്രമായി കുത്തക എഴുതി കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞു, ഒയാസിസ്. അവരാരംഭിക്കുന്ന മുമ്പ് തന്നെ ചട്ടങ്ങൾ പാലിച്ച് ലൈസൻസിന് അപേക്ഷ കൊടുത്താൽ മറ്റേതൊരു സ്ഥാപനത്തിനും ആരംഭിക്കാം. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ പുതിയ സ്ഥാപനങ്ങളുമായി വരട്ടെ. ബഹുമാനപ്പെട്ട ജോസഫ് സി മാത്യു പറയുന്ന പോലെ ആരംഭിക്കാൻ പറ്റുന്ന സ്ഥലത്ത് സ്വകാര്യ സംരംഭകർ ആരംഭിച്ചോട്ടെ. അദ്ദേഹം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ വെള്ളമുള്ള സ്ഥലത്ത് ആരംഭിച്ചോട്ടെ, അതിന് ലൈസൻസ് കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇവർ പൂട്ടിക്കോളുമല്ലോ. ഇവരോട് മത്സരിക്കാൻ തക്കവണ്ണം മറ്റ് കമ്പനികൾ വെള്ളമുള്ള സ്ഥലത്ത് വന്ന് പ്രവർത്തിക്കട്ടെ. ഞങ്ങൾക്കാർക്കാ തർക്കം ഈ ഒയാസിന് കൊടുക്കണമെന്ന്? അവരവിടെ സ്ഥലം വാങ്ങിച്ച് അവിടെ നിയമപ്രകാരം അനുവാദത്തിന് അപേക്ഷിച്ചപ്പോൾ അനുവാദം കൊടുക്കത്തക്കതായി കണ്ടു. ഇനി അനുവാദം കൊടുക്കത്തക്കതായി കണ്ടിട്ടുണ്ടെങ്കിൽ, നിയമവിരുദ്ധമായതിലുണ്ടെങ്കിൽ നിയമ നടപടിക്ക് അവകാശമില്ലേ? ആർക്കാ അവകാശമില്ലാത്തത്? ഇനിയാണ് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട കാര്യം. ബഹുമാനപ്പെട്ട ഗോപികൃഷ്ണൻ അറിയില്ലാത്ത കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഭൂഗർഭജലമെടുത്ത് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഭൂഗർഭജലമെടുത്ത് സ്പിരിറ്റോ അല്ലെങ്കിൽ ഇപ്രകാരം ഉപയോഗിക്കുന്ന മദ്യമോ ഉണ്ടാക്കാനാകും എന്ന് എനിക്കറിയില്ല. എൻ്റെ ധാരണ ഭൂഗർഭജലം അതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭൂഗർഭജലത്തിൻ്റെ കണക്ക് പറയേണ്ട കാര്യമുണ്ടോ എന്ന കാര്യം പരിശോധിക്കണം. പിന്നെ വാട്ടർ അതോറിറ്റി പിരിച്ചുവിടണമെന്നാണ് പറയുന്നത്. വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ വെള്ളം കൊടുക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. അതോടൊപ്പം തന്നെ വ്യവസായ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഉയർന്ന നിരക്കിൽ വെള്ളം കൊടുത്താലേ ആ സ്ഥാപനം നിൽക്കൂ. അതുകൊണ്ട് വ്യവസായ സ്ഥാപനങ്ങൾക്കും വെള്ളം കൊടുക്കുന്ന സ്ഥാപനമാണ് വാട്ടർ അതോറിറ്റി എന്ന് ബഹുമാനപ്പെട്ട ജോസഫ് സി മാത്യുവിന് അറിയത്തില്ലേ? അവരുടേതായ ഒരു കണക്ഷൻ എടുത്ത് കുറച്ച് വെള്ളം അവിടെ നിന്ന് കൊടുത്താൽ, അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ ഭാഗമായി വെള്ളം ലഭ്യമായാൽ അതുപയോഗിച്ചൊരു യൂണിറ്റ് ആരംഭിക്കട്ടെ. 4 ഘട്ടം കൊണ്ട് ഇത് പൂർത്തിയാകൂ. ഇപ്പോൾ ഒരു പ്രാഥമിക അപേക്ഷ കൊടുത്തിരിക്കുന്നു, അതിൻ്റെ ഭാഗമായ ഒരു ബോട്ടിലിംഗ് ആരംഭിക്കുന്നു. അതിൻ്റെ തുടർച്ചയിൽ അവിടെ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ല ഇത് മുന്നോട്ട് പോകൂ. ഇതല്ലാതെ മറ്റേതെങ്കിലും ഒരാൾ എവിടെങ്കിലും അപേക്ഷ കൊടുത്താൽ ഒരു വ്യാപാര സ്ഥാപനം ആരംഭിക്കുന്ന പോലെ, ഒരു മാൾ ആരംഭിക്കുന്ന പോലെ, ഒരു ബാർ ഹോട്ടൽ ആരംഭിക്കുന്നത് പോലെ ഇതൊരു വ്യാപാര സ്ഥാപനം മാത്രമാണ്. അവിടെ അനുവദിക്കാൻ വേറൊരു സ്ഥലത്തും അനുവദിക്കുന്നതിന് ആർക്കാ തടസ്സം? അതുകൊണ്ട് ഒയാസിസിനെ കേരള സർക്കാർ തിരഞ്ഞെടുത്തിട്ടില്ല.
ഡൽഹി മദ്യനയത്തിൽപ്പെട്ട കമ്പനി ശരിയായിരിക്കാം, അതുമായി ബന്ധപ്പെട്ട് കേസ് കാണും. പക്ഷേ അത് കേസ് മാത്രമല്ല, ആ കമ്പനി ഉടമയുടെ മകൻ ഗൗതം മൽഹോത്രയെ ED അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത്, നമ്മൾ ഒരു കമ്പനി ഇവിടെ അനുവാദത്തിന് അപേക്ഷ കൊടുത്തു. ഒരു കമ്പനി അനുവാദത്തിന് അപേക്ഷ കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഈ കമ്പനിയെ ലിസ്റ്റ് ചെയ്തു തന്നു. എന്താ ലിസ്റ്റ് ചെയ്യാൻ കാരണം? പെട്രോളിനകത്ത് ഈ പറയുന്ന മെഥനോളിൻ്റെ ജൈവിക അംശമുള്ള 20% കൂട്ടിച്ചേർത്ത് പെട്രോൾ വിൽക്കണം എന്നൊരു പുതിയ തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തു. അതിന് പെട്രോളിയം കമ്പനികളുടെ പാർട്ട്ണറായി ഈ കമ്പനിയെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. സ്വാഭാവികമായും ഈ കമ്പനിക്ക് കേരളത്തിൽ ലൈസൻസിന് അപേക്ഷ കൊടുക്കാൻ അവകാശമുണ്ടാകും. അങ്ങനെ കൊടുക്കുന്ന ലൈസൻസിൻ്റെ അപേക്ഷ ഒരു ED ഒരാളെ പ്രതിയാക്കി എന്നതുകൊണ്ട് നമുക്ക് റദ്ദാക്കാൻ പറ്റുമോ? ശരി, നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ശരി, അതായത് അഡ്വക്കേറ്റ് അനിൽകുമാർ, താങ്കൾ പറഞ്ഞു വരുന്നത് ഈ ബ്രൂവറി അനുവദിക്കാനുള്ള തീരുമാനം എല്ലാ നിയമ നടപടികളും പാലിച്ചാണ്. ലൈസൻസ് നൽകുന്ന കാര്യത്തിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള തത്വത്തിലുള്ള അംഗീകാരമാണ് നൽകിയിരിക്കുന്നത്, മറ്റെല്ലാ കാര്യങ്ങളും പാലിക്കുമെന്നുള്ളതാണല്ലോ താങ്കൾ പറഞ്ഞ ഇതുവരെയുള്ള കാര്യങ്ങൾ. എലപ്പുള്ളി പഞ്ചായത്തിൽ സർക്കാർ കൊണ്ടുവരുന്ന ബ്രൂവറി പ്ലാന്റിനെതിരായി ഉയർന്നുവരുന്ന പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വിഷയം പരിശോധിക്കുകയാണ്. ശ്രീ CR നീലകണ്ഠൻ, പഞ്ചായത്തിന്റെ അനുമതി വാങ്ങാത്തതിന് കടുത്ത കുടിവെള്ളക്ഷാമത്തിലേക്ക് നാടിനെ നയിക്കുമെന്ന ജനങ്ങളുടെ ആശങ്കയ്ക്ക്, ഈ പാരിസ്ഥിതിക ആഘാത ഉണ്ടാക്കുന്ന ഒരു പദ്ധതി എന്ന പരിസ്ഥിതിവാദികളുടെ ആശങ്കകൾക്ക്, ഇത് പിന്നിൽ അഴിമതി ഉണ്ട്, സ്വജനപക്ഷപാതമുണ്ട് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിന് ഇതിനൊക്കെയുള്ള വ്യക്തതയുള്ളൊരു മറുപടിയായോ അഡ്വക്കേറ്റ് K അനിൽകുമാറിൻ്റേത്? അനിൽകുമാറിന് വ്യക്തത ഉണ്ടാവും, പക്ഷേ എനിക്ക് വ്യക്തതയായില്ല. എനിക്കെന്നല്ല, കേരളത്തിൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് വ്യക്തത ഉണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞതിനുള്ള കുറച്ച് മറുപടി ഞാൻ പറയാം. ഒന്ന്, അദ്ദേഹം UDFൻ്റെ കാലത്ത് കടുംവെട്ടെന്ന് പറഞ്ഞു. 8-8.5 വർഷമായി ഇപ്പോൾ ഈ സർക്കാർ ഇരിക്കണം. UDFൻ്റെ എത്ര അഴിമതി കണ്ടെത്തി, എത്ര പേരെ ശിക്ഷിച്ചു എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. UDFൻ്റെ കാലത്ത് അഴിമതി ഉണ്ടായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്, കടുംവെട്ട് വെട്ടിയെന്ന്. എത്രാം കാലടക്ക് ഏത് കാര്യത്തിലാണ് ഉണ്ടായെന്നുള്ളത്, UDFൻ്റെ അഴിമതി ഇവർ കണ്ടെത്തി ശിക്ഷിച്ചോ? ഏതെങ്കിലും മന്ത്രി, UDFൻ്റെ മന്ത്രി ജയിലിൽ കിടന്നു? സോളാറാണ് ആകെ ഏറ്റവും കുഴപ്പമാക്കിയത്. അപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ ഗവൺമെൻറ് അഴിമതിയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞ 1-2 പ്രധാന കാര്യങ്ങൾ. ഭൂഗർഭജലം ഉപയോഗിച്ച് ഡിസ്റ്റിലറി പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. അദ്ദേഹം ഒന്ന് കഞ്ചിക്കോട് വരെ വന്നാൽ മതി. മോഹൻ മേക്കിങ്സിൻ്റെയും കിങ്ഫിഷറിൻ്റെയും ഒക്കെ ഡിസ്റ്റിലറികൾ ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൊക്കോക്കോളയും പെപ്സി കോളയും അവിടെ പ്രവർത്തിച്ചത് ഭൂഗർഭജലം ഉപയോഗിച്ച് തന്നെയാണ്. അത് അറിയുക. ഭൂഗർഭജലം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കോള ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഇതും ഉണ്ടാക്കാം, ഒരു സംശയമില്ല. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അറിവായിരിക്കും, എനിക്കറിയില്ല. ഇനി മഴവെള്ള സംഭരണിയെക്കുറിച്ച്. മഴവെള്ള സംഭരണി എന്നത് ഒരു വലിയ തമാശയാണ് ആ പ്രദേശത്ത്. കാരണം ഏറ്റവും മഴ കുറഞ്ഞൊരു പ്രദേശമാണത്. മഴ നിഴൽ പ്രദേശമാണ് കേരളത്തിലെ. ഏറ്റവും മഴ കുറവാണ്. ഞാനിത് പറയാൻ കാരണം കൊക്കോക്കോളയുടെ കാര്യത്തിൽ CWRDയും ഒരു പഠനം നടത്തി. കൊക്കോക്കോളയ്ക്ക് വെള്ളം കൊടുക്കാമോ വേണ്ടയോ? അന്ന് കൊക്കോക്കോളയ്ക്ക് അനുമതി കൊടുത്ത ഇടതുപക്ഷം, കൊക്കോക്കോള കഴിഞ്ഞ് ഇടതുപക്ഷം ഭരണത്തിൽ നിന്ന് മാറി UDF വന്നപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ സമരത്തിൽ വന്നു. ഏതായാലും കൊക്കോക്കോളയ്ക്ക് വെള്ളം തികയാതെ വന്നപ്പോൾ വെള്ളം വണ്ടിയിൽ കൊണ്ടുകൊടുത്ത ഒരാളിപ്പോൾ കേരളത്തിൽ മന്ത്രിയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയാണ്. അതവിടെ നിൽക്കട്ടെ. കൊക്കോക്കോളയ്ക്ക് എതിരെ സമരത്തിൽ ഇവരൊക്കെ വന്നു. അത് ആറന്മുള എയർപോർട്ടിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് അറിയാലോ. ആറന്മുള എയർപോർട്ടിന് അനുമതി കൊടുക്കുന്നത് LDF സർക്കാർ. ആറന്മുള UDF വന്നു കഴിഞ്ഞപ്പോൾ അതിന് പ്രാഥമിക അനുമതി കൊടുത്തു. UDF വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരായി വലിയ സമരം ഉണ്ടായി. ഞാൻ ഈ 2 സമരത്തിലുണ്ടായിരുന്നു. കൊക്കോക്കോളയിലും ആറന്മുളയിലും ഞാനുണ്ടായ ആളാണ്. ഇടതുപക്ഷം വന്ന സമരത്തിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് കഴിഞ്ഞിപ്പോൾ ഈ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഭരണം മാറിയാൽ ഇവർ സമരത്തിന് വന്നോളും. അനിൽകുമാർ നമ്മുടെ കൂടെ ഈ ഡിസ്റ്റിലറിയുടെ ജലശോഷണത്തിനെതിരായി ശക്തമായ സമരത്തിൽ വരും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. പതിയ കാലമില്ലല്ലോ, നമുക്ക് കാണാം. ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം. അവിടെ മഴവെള്ളം ശേഖരിച്ചാൽ എത്ര മഴ കിട്ടും, എത്ര മഴവെള്ളം കിട്ടുമെന്ന് ആരെങ്കിലും പഠനം നടത്തി പറഞ്ഞിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്, വാട്ടർ അതോറിറ്റി വെള്ളം ഇവർക്ക് കൊടുക്കുകയല്ല. വാട്ടർ അതോറിറ്റിയുടെ ഫസ്റ്റ് പ്രിഫറൻസ് കുടിവെള്ളമാണ്, ഇൻഡസ്ട്രി വാട്ടർ അല്ല. ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് ഒരു സമരം നടക്കുന്നുണ്ട്. പെരിയാർ എന്നൊരു വലിയ പൈപ്പിട്ട്, ലോകത്തില്ലാത്ത നീളത്തിൽ പൈപ്പിട്ട് കിൻഫ്രയ്ക്ക് കൊടുക്കാൻ. എന്തേ കടമ്പ്രയാറിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുത്താലും നമ്മൾ ചോദിച്ചു. വെള്ളം ശുദ്ധീകരിച്ച് കൊടുക്കുകയാണെങ്കിൽ കടമ്പ്രയാറാണല്ലോ ഏറ്റവും അടുത്തുള്ളത്, കിൻഫ്രയുടെ തീരത്തു കൂടിയാണ് പോണേ. ശുദ്ധീകരിച്ച് വെള്ളം കൊടുത്തോളൂ. കടമ്പ്രയാറിൽ വെള്ളമുണ്ട്, കടമ്പ്രയാറിൽ വെള്ളം കൊടുക്കാം. അപ്പോൾ കടമ്പ്രയാറിൽ നിന്ന് എടുത്ത് കൊടുത്താൽ പോലും എന്തിനാണ് 25 കിലോമീറ്റർ പൈപ്പ് ഇടണേ? പെരിയാറിൽ ഇല്ലാത്ത വെള്ളം എടുക്കണേ. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസമാണ് എറണാകുളത്ത് വെള്ളം കിട്ടണേ. 7 ആഴ്ചയിൽ 3 ദിവസം. പെരിയാർ എന്ന് പറയുന്ന ഏറ്റവും വലിയ നദിയുടെ തീരത്തുള്ള ഈ എറണാകുളത്ത് മൂവാറ്റുപുഴയിലിറന്നും കുറച്ച് വെള്ളം വരുന്നുണ്ട്. പിറവം പദ്ധതിയുടെ ഭാഗം, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഇവിടെ എത്ര മഴ പെയ്യും, എത്ര മഴവെള്ളം ശേഖരിക്കാം എന്നതിൻ്റെ കണക്ക്
വാട്ടർ അതോറിറ്റി പുറത്തു വിടട്ടെ, അപ്പം നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പറയാം. എത്ര മഴ കിട്ടുമെന്ന് അറിയണമല്ലോ. കാരണം CWRDM നടത്തിയ പഠനം നമ്മുടെ കയ്യിലുണ്ട്. എത്ര മഴ പെയ്താലും അവിടുത്തെ മഴവെള്ള സംഭരണം കൊണ്ട് കൊക്കോക്കോളയ്ക്ക് ഒരു ദിവസം 15 ലക്ഷം ലിറ്റർ വെള്ളമാണ് കൊക്കോക്കോള എടുത്തിരുന്നത്. അതിൻ്റെ ഒരു 3 ഇരട്ടി വെള്ളമെങ്കിലും ഇതിന് മൊത്തം വേണ്ടി വരും ഈ പറഞ്ഞ ഫൈനൽ പ്രൊഡക്ഷൻ വന്നാൽ. ക്ലൈമറ്റ് ചേഞ്ച് ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമാണ്. ക്ലൈമറ്റ് ചേഞ്ചിൽ മഴ കുറയുന്ന വർഷങ്ങളുണ്ടാവാം, മഴ കുറയാനുള്ള സാധ്യതയുണ്ട്. എൽ നീനോ, ലാനീല എന്നൊക്കെ പറയുന്ന സംഗതികൾ വരികയാണ്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ലോകത്ത് പല സ്ഥലത്തും മഴയില്ലാതെ വരുന്നു, കാട്ടുതീ വരുന്നു. അപ്പോൾ അതുകൊണ്ട് മഴ ഇനിയും കുറയാനാണ് സാധ്യത. വാട്ടർ അതോറിറ്റി ഒരു കള്ളക്കളി കളിക്കും ഇതിൽ. എന്താ കളി എന്നറിയോ? മലമ്പുഴയിൽ നിന്ന് വെള്ളം എടുക്കുമെന്ന് പറഞ്ഞേക്കണേ. മലമ്പുഴയിലെ വെള്ളമാണ് പാലക്കാട് നഗരത്തിലേക്ക് ഏറ്റവും കൂടുതൽ വെള്ളം കൊടുക്കുന്നത്. പാലക്കാട് കുടിവെള്ളത്തിന് കൊടുക്കുന്നത് മലമ്പുഴയിൽ നിന്ന്. പാലക്കാട് മാത്രമല്ല, ആ പ്രദേശത്തുള്ള ഒരുപാട് കൃഷി ഇടങ്ങളിലേക്ക്, നെൽകൃഷി ഇടങ്ങളിലേക്ക് വെള്ളം കൊടുക്കുന്നത് മലമ്പുഴ വെള്ളമാണ്. ആ വെള്ളം എടുത്താണ് ഇവർക്ക് കൊടുക്കുമെന്ന് പറയുന്നത്. മലമ്പുഴയിൽ ഇപ്പോൾ ഇവർ വിചാരിച്ചാൽ പെട്ടെന്ന് വെള്ളം ഉണ്ടാക്കാൻ വാട്ടർ അതോറിറ്റിക്ക് പറ്റില്ലല്ലോ. ഏത് വെള്ളം ശുദ്ധീകരിക്കുക? അവിടെ ഏത് വാട്ടർ സോഴ്സാണ് ഉള്ളത്? ആദ്യം സോഴ്സ് പറയണം. ആ സോഴ്സിൽ നിന്ന് എത്ര വെള്ളം എടുക്കുമെന്ന് പറയണം. ആ സോഴ്സ് മഴ പെയ്യുമ്പോൾ എത്ര ഉണ്ടെന്ന് പറയണം. ഇത്തരം പഠനങ്ങൾ പറയാതെ ഞങ്ങൾ മഴവെള്ളം ശേഖരിക്കും, ഞങ്ങൾ അവിടെ വെള്ളം എടുക്കും, വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ലോകത്തെ ഏറ്റവും ഈ പ്ലാച്ചിമട സമരകാലത്ത് ഇടതുപക്ഷക്കാർ വന്ന് സംസാരിച്ച ഒരു വാക്ക് ഞാൻ പറയാം. കുടിവെള്ളമാണ് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധ കാരണമായി വരുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ വിഭവമായി മാറുന്നത് എന്ന് പ്രസംഗിച്ചെന്ന് എല്ലാവരും ഉണ്ട്. ബ്ലൂ ഗോൾഡ് എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ എലപ്പള്ളി പഞ്ചായത്തിലെ കാര്യം ഇത് ചിറ്റൂർ ബ്ലോക്കിലാണ്. ചിറ്റൂർ ബ്ലോക്കിൽ ഓവർ എക്സ്പ്ലോയിറ്റഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓവർ എക്സ്പ്ലോയിറ്റഡ് ആണ് അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ സോഴ്സ്. ഗ്രൗണ്ട് വാട്ടർ സോഴ്സ് മാത്രമല്ല, സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഒരു പഠനം തന്നെ അതാണല്ലോ സൂചിപ്പിക്കുന്നത്. അതായത് ഡൈനാമിക് റിസോഴ്സസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഇൻ കേരള എന്ന പഠന റിപ്പോർട്ടിൽ 5 ബ്ലോക്കുകളായി തിരിച്ചതിൽ താങ്കൾ പറഞ്ഞ റെഡ് സോണിൽ നിൽക്കുന്ന മേഖലയാണ് ഈ മേഖല. കേരളത്തിലെ രണ്ടാമത്തെ ബ്ലോക്കാണത് ചിറ്റൂർ ബ്ലോക്ക്. രണ്ടാമത്തെ, ഫസ്റ്റ് കാസർഗോഡ്, 2 ഇത്, അടുത്തത് രണ്ടാമത്തെ ബ്ലോക്കാണ്, അടുത്ത് പുതുശ്ശേരിയാണ്. പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞു വന്നത് കൊടുങ്ങല്ലൂർ അല്ലെ, പല സ്ഥലമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചിറ്റൂർ ബ്ലോക്ക് വന്നതുകൊണ്ട് കൃത്യമായി പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായും ഇതിന് മറുപടി പറയാതെ ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇനി എന്തുകൊണ്ടാണ് ആദ്യം ഗോപീഷൻ ചോദിച്ചു, ചിറ്റൂർ ഷുഗർ മിൽ എന്ന് പറഞ്ഞൊരു മില്ലുണ്ടായിരുന്നു, അതിപ്പം മലബാർ ഡിസ്റ്റിലറിയാണ്, അത് ഇതിൻ്റെ തൊട്ടടുത്താണ്. എന്തുകൊണ്ടാണ്? അവർക്ക് അത് സർക്കാരിൻ്റെ കീഴിലാണ്. സർക്കാർ ഈ അഴിമതിയെക്കുറിച്ചൊന്നും പറയണ്ട. അവർക്ക് വെള്ളം കൊടുക്കാൻ ഇവർക്ക് പറ്റുമോ? ഇനി വാട്ടർ അതോറിറ്റി ചെയ്യാൻ പോണ ചതി ഞാൻ പറഞ്ഞുതരാം. അതിലാണ് ഞാൻ പറയാൻ തുടങ്ങിയത്. വാട്ടർ അതോറിറ്റി ചെയ്യാൻ പോണ ചതി, സാധാരണ മനുഷ്യർക്ക് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ, ഇപ്പം തന്നെ വെള്ളത്തിൻ്റെ വില കൂടുതലാണ്, പക്ഷേ അതിൻ്റെ പല ഇരട്ടിയാണ് ഇൻഡസ്ട്രി വാട്ടർ കൊടുത്താൽ. അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ മനുഷ്യന് വെള്ളം കൊടുത്തിട്ടൊരു കാര്യമില്ല. അവർക്ക് ലാഭകരമാണെങ്കിൽ എന്ത് വേണം? ഇൻഡസ്ട്രിക്ക് വെള്ളം കൊടുക്കണം. അപ്പോൾ സാധാരണ മനുഷ്യന് വെള്ളം കൊടുക്കാതെ എലപ്പള്ളി പഞ്ചായത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പട്ടാഞ്ചേരി പഞ്ചായത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പഞ്ചായത്തിലോ വേലന്താവളത്തോ എവിടെയെങ്കിലും വെള്ളം കൊടുക്കാതെ ഇൻഡസ്ട്രിക്ക് കൊടുത്താൽ അവർക്ക് ലാഭം കിട്ടും. വാട്ടർ അതോറിറ്റി പ്രോഫിറ്റബിൾ ആക്കാം. അങ്ങനെയാണോ പ്രോഫിറ്റബിൾ ആക്കണ്ടേ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇൻഡസ്ട്രീസിന് നമ്മൾ കൊടുത്തു. ഇത് മോദി അദാനിക്ക് വേണ്ടി പറഞ്ഞ അതേ വാചകങ്ങളാണ് അനിൽകുമാർ ഇപ്പോൾ ഇവർക്ക് വേണ്ടി പറയുന്നത്. അദാനിക്ക് വേണ്ടി മോഡി പറയുന്ന അതേ കാര്യം, അതേ നയം, ഒരു വ്യത്യാസമില്ല. മോദി പറഞ്ഞെന്താ? അദാനി വളരുന്നത് ഞാൻ പറഞ്ഞിട്ടാണോ? ഇവിടെ ആർക്കും ഇൻവെസ്റ്റ് ചെയ്തുകൂടെ? ആർക്കും വലുതായിക്കൂടെ? നമ്മൾ മോദാനി എന്ന് വിളിക്കുന്നു. കേരളത്തിൽ പിണറായി വിജയൻ വിളിക്കില്ല, കേരളത്തിന് പുറത്ത് CPM-കാരെ വിളിക്കും. ഇനി 5ാമത്തെ കാര്യം, ഇതേ കമ്പനി നമ്മളിവിടെ പല സ്ഥലത്തും ചർച്ച ചെയ്താണ്. ഫിറോസ്പൂർ ജില്ലയിൽ ഒരു കുടിവെള്ള ഇതുപോലെ ഒരു പദ്ധതി ഉണ്ടാക്കി. പഞ്ചാബിലെ ഫിറോസ്പൂർ ജില്ലയിൽ മൺസൂർവാൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനവിടെ പോയത് അതുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ 4 കിലോമീറ്റർ ചുറ്റളവിൽ വെള്ളം മാത്രമല്ല മണ്ണും മലിനമായി. പ്ലാച്ചിമടയും മണ്ണ് മലിനമായി നമ്മൾ ഓർക്കണം. മണ്ണ് മലിനമായി. അവിടെ സമരം വന്നു. ആ സമരത്തിൽ ഭാഗ്യത്തിന് CPM-കാർ അവിടെ ഉണ്ടായിരുന്നു. ആ സമരത്തിൽ ഞാനുണ്ടായിരുന്നു. അവിടെ CPM-കാരും വന്നു ഇത് പൂട്ടിക്കാൻ, ഈ ഒയാസിസിൻ്റെ കമ്പനി പൂട്ടിക്കാൻ. ഒരുപാട് പാർട്ടിക്കാരുണ്ടായിരുന്നു. അവസാനം അവിടുത്തെ ആം ആദ്മി മുഖ്യമന്ത്രി അവിടെ സ്ഥലത്ത് വന്നിട്ട് പറഞ്ഞു, ഈ കമ്പനി ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല, ഞങ്ങളിത് പൂട്ടിക്കും. ഇങ്ങനത്തെ ഇവിടുത്തെ വെള്ളം മലിനമാക്കുന്ന ഒരു കമ്പനി പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ കമ്പനി, ഒയാസിസിൻ്റെ കമ്പനി, ഈ മൻസൂർവാൾ എന്ന് പറയുന്ന സ്ഥലത്ത് പൂട്ടിയ കാര്യം ഇവർക്കറിയോ എന്ന് എനിക്കറിയില്ല. പഞ്ചാബിൽ. ഇനി കൊക്കോകോള കമ്പനിയുടെ സമരം നടക്കുന്ന കാലത്ത് ആദ്യഘട്ടത്തിൽ DYFI പറഞ്ഞിരുന്നത് വെള്ളം അളന്നു കൊടുക്കണമെന്നാണ്. കാരണം ഇടതുപക്ഷം കൊണ്ടുവന്ന പ്ലാന്റാണ്, പരമാവധി രക്ഷിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അവസാനം DYFI വന്നു, സമരത്തിൽ വന്നു. അവിടെ മേധാ പട്കറും നമ്മൾ ഒരുപാട് കാലമായിട്ട് സമരം 2002 മുതൽ സമരം തുടങ്ങിയതാണ്. 2003 ആയപ്പോഴേക്കും ആ സ്റ്റാൻഡൊക്കെ വിട്ടു, ജനങ്ങൾ ശക്തമായി സമരത്തിലായി. 2004 ആ കമ്പനി അയക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പൂട്ടി. അതവിടെ നിൽക്കട്ടെ. അന്നത്തെ നടത്തിയ പഠനങ്ങളുണ്ട്. അന്ന് ആ നഷ്ടം വന്ന ആളുകൾക്ക് ഒരു നഷ്ടപരിഹാര പാക്കേജ് ഉണ്ടാക്കി, ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കി കേരള ഗവൺമെൻറ്. ആ
ആ ട്രിബ്യൂണൽ നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറിയുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആ ട്രിബ്യൂണൽ ഇപ്പോൾ അതിന് 216 കോടി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. 8.5 വർഷമായി സർക്കാർ വന്നിട്ട് അതിനൊരു ബില്ലുണ്ടാക്കി. ആ ബില്ല് കേന്ദ്രം തടഞ്ഞു. ഇപ്പം നമ്മൾ പറഞ്ഞു ഓൾട്ടർനേറ്റ് ബില്ലുണ്ടാക്കാം. അങ്ങനെ ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ട്. സംസ്ഥാനങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഇഞ്ച് കഴിഞ്ഞ് 8.5 വർഷമായി അനങ്ങിയിട്ടില്ല. പ്ലാച്ചിമണയിലെ ആളുകൾ എത്ര പ്രാവശ്യം ഇതിനു വേണ്ടി മുഖ്യമന്ത്രിയെ കണ്ടു എന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രിയെ കണ്ടു, AG കണ്ടു, മറ്റേ അവിടുത്തെ മണ്ഡലത്തിലെ മന്ത്രിയാണ് കൃഷ്ണൻകുട്ടി കണ്ടു, രാജേഷിനെ കണ്ടു, അവരെല്ലാവരെയും പോയി കണ്ടു. ഒരു നിയമം ഉണ്ടാക്കുക. രാജീവിനെ കണ്ടു നിയമമന്ത്രി എന്നുള്ള നിലയ്ക്ക്. ഇത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. ഈ നഷ്ടപരിഹാരം 216 കോടി രൂപ 2011 പറഞ്ഞ നഷ്ടപരിഹാരം ഇപ്പോൾ എത്ര കോടിയാണെന്ന് ആലോചിച്ചാൽ മതി. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പോലും ആലോചിക്കാത്തൊരു സർക്കാർ, അതിനേക്കാൾ അപകടകരമായ ഒരു കമ്പനി, അതിനേക്കാൾ മോശമായ ഒരു കാലാവസ്ഥാ മാറ്റത്തിൻ്റെ കാലത്ത്, ഒരു മഴയുടെ കാലത്ത് ഇങ്ങനൊരു കമ്പനി കൊണ്ടുവരുമ്പോൾ, ഇനി ഇതിൻ്റെ അഴിമതിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. 2022 ഇവർ അപേക്ഷ കൊടുക്കുന്നത്. 2023 നയം മാറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ അന്ന് 2023 മാറ്റിയ നയം എന്ന് വെച്ചാൽ 2022 കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം. മാത്രമല്ല, നയം മാറ്റുമ്പോൾ അവിടെയാണ് ജോസഫ് സി മാത്യു പറഞ്ഞ കാര്യം. നയം മാറ്റുമ്പോൾ എന്തടിസ്ഥാനത്തിൽ നയം മാറ്റി? 2016 മറ്റേ മദ്യവർജനത്തിൻ്റെ നയം എന്തുകൊണ്ട് മാറ്റി? KPSC ലളിതയും ഇന്നസെൻറ്റും പറഞ്ഞ് എന്തുകൊണ്ട് മാറ്റി എന്നുള്ള ചോദ്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവർ വന്നപ്പോൾ മാറ്റി. അതാണ് ഞാൻ മോഡിയുടെ കാര്യം പറഞ്ഞത്. ശരി സിആർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ശ്രീമതി രേവതി ബാബു, എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി രേവതി ബാബു, എന്തുകൊണ്ടാണ് പഞ്ചായത്ത് ഈ പദ്ധതിയെ എതിർക്കുന്നത്? താങ്കൾ വരുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് K അനിൽകുമാർ ഈ വിഷയത്തിൽ സംസാരിക്കുകയും അദ്ദേഹം പറഞ്ഞത് പ്രാഥമികമായി ഇതിന്റെ നിയമ നടപടികളെല്ലാം, ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. തത്വത്തിലുള്ള അംഗീകാരമാണ് നൽകിയിരിക്കുന്നത്. മറ്റെല്ലാ നിയമ നടപടികളും പാലിച്ചുകൊണ്ടായിരിക്കും ഈ പദ്ധതി വരിക എന്നതാണ്. എന്തുകൊണ്ടാണ് പഞ്ചായത്ത് ഈ പദ്ധതിയെ എതിർക്കുന്നത്? പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഭൂഗർഭജലത്തെ കുറിച്ചിട്ടുള്ള ആശങ്കയാണെങ്കിൽ ഈ പദ്ധതിക്ക് ഭൂഗർഭജലം വിനിയോഗിക്കേണ്ടതുണ്ടോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ സർക്കാർ കുറച്ച് വിശദീകരണം നൽകിയിട്ടുണ്ട്. റീസൈക്ലിംഗ് ആണ് ഉപയോഗിക്കുക, വെള്ളത്തിന് റീസൈക്കിൾ ചെയ്യും. അതുപോലെ ഈ മഴ സംഭരണി, റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗിൽ ഇതിന് ഉപയോഗിക്കുമെന്നൊക്കെയാണ്. എന്തുകൊണ്ടാണ് പഞ്ചായത്ത് പദ്ധതി എതിർക്കുന്നത്? നമസ്കാരമുണ്ട്. അതായത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മണ്ണിന് ദോഷം ഉണ്ടാവുന്ന, പ്രകൃതിക്ക് ദോഷമുണ്ടാകുന്ന, കർഷകന് ദോഷമുണ്ടാകുന്ന ഒരു പ്രോജക്റ്റിനെയും അനുവദിക്കില്ല തീർച്ചയായിട്ടും. അതായത് നമ്മുടെ പഞ്ചായത്തിൻ്റെ അവസ്ഥ എന്താ എന്ന് ഇവിടെ ജനിച്ചു വളർന്ന ഞങ്ങൾക്കേ അറിയുള്ളൂ. നോർത്ത് ഇന്ത്യയിലുള്ള കമ്പനിക്കാർക്ക് അറിയില്ല, തിരുവനന്തപുരത്തോ കണ്ണൂരോ കാസർഗോഡോ ഇരിക്കുന്ന നേതാക്കന്മാർക്ക് അറിയില്ല. അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഹൃദയമെടുപ്പ് അറിയുന്ന ഒരു കർഷകൻ്റെ മകളായിട്ടുള്ള എനിക്ക് തീർച്ചയായിട്ടും കർഷകരുടെ വിഷമവും വേദനയും നന്നായിട്ട് അറിയാൻ കഴിയും. കാർഷിക മേഖലയിൽ ഇപ്പോഴും സജീവമായിട്ട് നിലനിൽക്കുന്ന എനിക്ക് തീർച്ചയായിട്ടും കർഷകരോടൊപ്പം മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ. അതിനപ്പുറം ഒരു ചിന്ത ഞങ്ങൾക്കില്ല. ഇത്തരം ഒരു കമ്പനി വരരുത്. തീർച്ചയായിട്ടും പ്രകൃതിക്ക് ദോഷമില്ലാത്ത, ഇതൊക്കെ വെറും സ്വപ്നം മാത്രമാണ്. താങ്കളിപ്പോൾ പറഞ്ഞല്ലോ, അനിൽകുമാർ പറഞ്ഞു എന്ന്, സീറോ വേസ്റ്റ് ആണ്, വെള്ളം റീസൈക്കിൾ ചെയ്യുന്നു, ഒരു തുള്ളി വെള്ളം എടുക്കില്ല. ഞാൻ ചോദിക്കട്ടെ, വെള്ളം വേസ്റ്റ് വാട്ടർ റീസൈക്കിൾ ചെയ്ത് എടുത്തിട്ട് ഇതെന്താ വല്ല മീൻ വളർത്തലിന് കുളത്തിൽ വിടാനാണോ, അല്ല വാഴ നനയ്ക്കാനാണോ, തെങ്ങ് നനയ്ക്കാനാണോ ഉപയോഗിക്കുന്നത്, പച്ചക്കറി കൃഷിക്കാണോ ഉപയോഗിക്കുന്നത്? ഇത് പാവപ്പെട്ട മനുഷ്യന്മാർ, സാധാരണ ജനങ്ങൾ പകലന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന കൂലി കൊണ്ട് ഈ അവരുടെ ക്ഷീണം അകറ്റാൻ വേണ്ടി വാങ്ങി കുടിക്കുന്ന മദ്യത്തിൽ റീസൈക്ലിംഗ് കഴിഞ്ഞ വെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ആത്മാർത്ഥത ഇല്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പഞ്ചായത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു അനുമതി വാങ്ങാനുള്ളൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നോ? കാരണം ഞാൻ താങ്കൾ മുൻപ് പറയുന്നത് കേട്ടത് സെക്രട്ടറിയോട് ജനങ്ങൾക്ക് ഏതെങ്കിലും എതിർപ്പുണ്ടോ എന്ന കാര്യം ഒരു ഓൺലൈൻ മീറ്റിംഗിൽ അന്വേഷിച്ചിരുന്നു എന്നാണ് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനും അറിയുന്നത് 3 ദിവസമായിട്ടാണല്ലോ ഈ കാര്യം തന്നെ അറിയുന്നത്. കഴിഞ്ഞ ശരിക്കും പറയുകയാണെങ്കിൽ മിനിഞ്ഞാന്ന് രാവിലെ 11 മണിക്കാണ് നമ്മുടെ പഞ്ചായത്തിൽ ഈ ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു സംവിധാനം വരാൻ ഉദ്ദേശിച്ചിട്ട് അനുമതി കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
ഇന്നലെയാണ് ഞാൻ സെക്രട്ടറിയോട് അന്വേഷിച്ചത്. കാരണം മിനിഞ്ഞാന്ന് ഇത് കേട്ടപ്പോൾ മുതൽ തന്നെ അന്വേഷിച്ചിരുന്നു. സെക്രട്ടറി പറഞ്ഞു അങ്ങനെ യാതൊരു അനുമതിക്കായിട്ട് ഒരു അപേക്ഷയും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സെക്രട്ടറിയോട് ഇന്നലെ ചോദിച്ചു. സെക്രട്ടറി പിന്നെ എന്തെങ്കിലും ഭാഗത്തുനിന്ന് എവിടെന്നെങ്കിലും ഒരു പരാതിയോ അന്വേഷണങ്ങളോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഉണ്ടായോ? സെക്രട്ടറി പറഞ്ഞത് 6 മാസങ്ങൾക്ക് മുൻപ് വ്യവസായ വകുപ്പ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഓൺലൈൻ മീറ്റിങ്ങിലൂടെ 1 സെക്കൻഡ് പോലും എടുക്കാതെ സെക്രട്ടറിയോട് ചോദിച്ചു പോലും ആരുടെയെങ്കിലും പരാതി ലഭിച്ചിട്ടുണ്ടോ, ഒയാസിസ് കമ്പനി നിങ്ങളുടെ പഞ്ചായത്തിൽ വരുന്നുണ്ട്, പരാതി ആരുടെയെങ്കിലും ലഭിച്ചിട്ടുണ്ടോ, കർഷകരുടെ പരാതി ലഭിച്ചിട്ടുണ്ടോ? സെക്രട്ടറി കാഷ്വലായിട്ട് പറഞ്ഞു പരാതി ആരുടെയും ലഭിച്ചിട്ടില്ല. കാരണം നമുക്കറിയില്ല, ജനങ്ങൾക്കറിയില്ല, പഞ്ചായത്തിനറിയില്ല അങ്ങനെ ഒരു സംവിധാനമാണ് വരുന്നതെന്ന്. പിന്നെ എവിടെ പരാതിപ്പെടാനാണ്? പരാതി അറിഞ്ഞപ്പം മുതൽ ആ അടുത്ത സെക്കൻഡ് മുതൽ ആ ജനങ്ങൾ പരാതിയുമായിട്ട് രംഗത്തിറങ്ങിയില്ലേ, പഞ്ചായത്ത് രംഗത്തിറങ്ങിയില്ലേ? 6 മാസങ്ങൾക്ക് മുൻപ് ഞങ്ങളെ അറിയാത്ത ഒരു കാര്യത്തിന് ഞങ്ങൾ എവിടെ പോയി പരാതിപ്പെടാനാണ്? ഈ മാഡം ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 6-6.5 കിലോമീറ്റർ അകലെയാണല്ലോ അല്ലേ ഈ മേനോൻപാറയിലെ ചിറ്റൂർ ഷുഗർ ഫാക്ടറി, പിന്നീട് ഇപ്പോൾ മലബാർ ഡിസ്റ്റിലറീസ് ലിമിറ്റഡായി മാറിയത്. അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? അതെ അതെ ഇല്ല, അവിടെ ഉത്പാദനം നടക്കുന്നില്ല. അതായത് ഉത്പാദിപ്പിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ആവശ്യമുണ്ട്. ആ വെള്ളം അവിടെ ലഭ്യമല്ല. അതിനാണ് അവിടെ ഗ്രൗണ്ട് വാട്ടർ നിന്നും വെള്ളം എടുക്കാനായിട്ട്, അതായത് കുഴൽ കിണറുകളിൽ നിന്നും വെള്ളം എടുക്കാനായിട്ട് തുനിഞ്ഞത്. അതിനെയാണ് ആ പ്രദേശത്തുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ ഒന്നിച്ച് അണിനിരന്നും കൊണ്ട് അമ്മമാർ, കുഞ്ഞുമക്കൾ, ഗർഭിണികൾ അടക്കമുള്ളവർ ഒന്നിച്ച് അണിനിരന്നും കൊണ്ട് ആ നീക്കത്തെ ശക്തമായിട്ട് എതിർത്തു. ഗവൺമെൻറ്റിന് ആ ഒരു നീക്കത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നു. പക്ഷേ ഈ ഒരു വെള്ളത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഈ ബ്രൂവറേജസ് കോർപ്പറേഷൻ പിന്നെ വാട്ടർ അതോറിറ്റിക്ക് 2 കോടി രൂപ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. കുന്നംകാട്ടുപതി ശുദ്ധജലമാണ് ഇവിടേക്ക് സപ്ലൈ ചെയ്യുന്നത്. അത് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഇനിയും 44 കിലോമീറ്റർ ദൂരം പഞ്ചായത്തിനകത്ത് ഓരോ വാർഡിലും കുറേ പ്രദേശങ്ങൾ ഇനിയും ഹൗസ് കണക്ഷൻ പൈപ്പ് ലൈൻ ഇട്ടിട്ട് കൊടുക്കാനുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, അതുമല്ല നമ്മുടെ പഞ്ചായത്തിൽ ടാങ്കില്ല. ടാങ്കിൻ്റെ പണി എൻ്റെ വാർഡിൽ പണി പാതിയാക്കി ഇട്ട് വെച്ച് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ഇവിടുത്തെ സ്ഥലം MLA ആ ടാങ്ക് പോയി പരിശോധിച്ച് അവിടെ പോയി സ്ഥലം സന്ദർശിച്ചിട്ട് പോയതാണ്. എന്താണിത്, പാതി പണിയിൽ ഇട്ട് വെച്ചിട്ട് പോയിരിക്കുന്നല്ലോ എന്ന് MLA പോലും വിലാപം അറിയിച്ചിട്ടാണ് പോയത്. കാരണം ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു ടാങ്ക് ഇല്ല, അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഇപ്പോഴും ടാങ്കർ ലോറിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം പോലും 12 ലക്ഷം രൂപ ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടാണ് നമ്മൾ ടാങ്കർ ലോറിയിൽ വെള്ളം കിഴക്കൻ മേഖലയിൽ എത്തിച്ചത്. അതിൽ ഒരു പ്രദേശം കൂടിയാണ് ഈ പറയുന്ന പ്രദേശം. അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ നിന്നും കൊണ്ട് ഈ ഷുഗർ ഫാക്ടറിക്കകത്തുള്ള ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിന് ഒരു റിക്വസ്റ്റ് ലഭിക്കുകയുണ്ടായി. അതായത് പഞ്ചായത്തിലേക്ക് വരുന്ന കുന്നംകാട്ടുപതി വെള്ളം അതായത് ഡൈവേർട്ട് ചെയ്തിട്ട് ഈ മേനോമ്പാറ ഷുഗർ ഫാക്ടറിക്ക് അകത്തുള്ള ഈ ഒരു യൂണിറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള പൈപ്പ് ലൈൻ ഇടാനുള്ള ഒരു അനുമതി. കാരണം പഞ്ചായത്തിൻ്റെ സ്ഥലത്തു കൂടെ പൈപ്പ് ലൈൻ എടുക്കണമല്ലോ. അപ്പോൾ അതിനൊരു അനുമതി വേണം എന്ന് പറഞ്ഞ് ഒരു റിക്വസ്റ്റ് ലഭിക്കുകയുണ്ടായി മാസങ്ങൾക്ക് മുൻപ്, ഒരു 6-7 മാസങ്ങൾക്ക് മുൻപ്. അന്ന് തന്നെ റിക്വസ്റ്റ് ലഭിച്ച അന്ന് തന്നെ പഞ്ചായത്ത് യോഗം കൂടുകയും ഒരു കാരണവശാലും ഞങ്ങളുടെ പഞ്ചായത്തിനകത്ത് ഇതിനു വേണ്ടി 1 മീറ്റർ പോലും പൈപ്പ് കുഴിയെടുത്ത് ഇടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഞ്ചായത്തിൻ്റെ തീരുമാനം അറിയിക്കുകയുണ്ടായി. വേണമെങ്കിൽ അവർ കുന്നംകാട്ടുപതിയിൽ നിന്ന് നേരിട്ട് പൈപ്പ് ലൈനിട്ട് എടുത്തോട്ടെ, പഞ്ചായത്തിലേക്ക് വരുന്ന കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ ഇടാൻ അനുമതി തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ തീരുമാനം കൊടുത്തത്. ശരി, നമുക്ക് അഡ്വക്കേറ്റ് കെ അനിൽകുമാറിന് പറയാനുള്ളത് കേൾക്കാം. മാഡം, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അതായത് പൈപ്പ് ഇട്ടിട്ട് കുടിവെള്ളം എത്തിക്കാൻ കഴിയാതെ നിൽക്കുന്ന ജനങ്ങൾ വസിക്കുന്ന ഒരു പ്രദേശം, 13 ലക്ഷം രൂപ അവരുടെ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി വേനൽക്കാലത്ത് ചെലവഴിക്കേണ്ടി വന്ന ഒരു പ്രദേശം, ഭൂഗർഭ ജല വിധാനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അപകടകരമായ സ്ഥിതിയിലെന്ന് ഡൈനാമിക് റിസോഴ്സ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഏറ്റവും അപകടകരമായ നിലയിലെന്ന് അടയാളപ്പെടുത്തിയ ഒരു പ്രദേശം, അവിടെ ജനങ്ങളെ കേൾക്കാതെ ഈ പ്രകൃതി വിഭവങ്ങളുടെ അവകാശാധികാരങ്ങളിൽ പഞ്ചായത്തിൻ്റെ പങ്ക് എന്താണെന്ന് ബോധ്യപ്പെടുത്താതെ അവരെ വിശ്വാസത്തിലെടുക്കാതെ ഈ പദ്ധതി വരുമ്പോൾ എന്താണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്?
കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നൊരു പഞ്ചായത്താണ്. അതിൻ്റെ ഭരണസമിതിയുടെ അധ്യക്ഷയാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചത്. അവർക്ക് രാഷ്ട്രീയമായി അങ്ങനെ പറയാനുള്ള അവകാശങ്ങളുണ്ട്. അവിടുത്തെ ജനങ്ങളാകെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുകയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ആകെ ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നത് ഞങ്ങളുടെ നയമല്ല. ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതിരുന്നാൽ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. ഇപ്പോൾ കേരള സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്ന ഹരിത കേരള മിഷൻ എന്നൊരു സംവിധാനമുണ്ട്. നമ്മുടെ പുഴകളിലെല്ലാം നീരൊഴുക്ക് ശക്തിപ്പെടുത്തുക, അതിൻ്റെ ഭാഗമായി ഭൂഗർഭജലം വർദ്ധിപ്പിക്കുക, ഇതായിരുന്നു ഞങ്ങളുടെ കാഴ്ചപ്പാട്. അത് വളരെ നല്ല നിലയ്ക്ക് മുന്നോട്ട് പോയി. 86,000 കിലോമീറ്റർ പുഴകൾ, തോടുകൾ ഈ കേരള സർക്കാർ ഈ 8.25 കൊല്ലക്കാലം കൊണ്ട് തെളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനെ എതിർത്ത് അത് പിരിച്ചുവിടുമെന്നാണ് UDF പ്രഖ്യാപിച്ചത്. ഇവർ കുടിവെള്ളത്തെക്കുറിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും നല്ല കുടിവെള്ള വിതരണത്തിന് വേണ്ടി സർക്കാർ കൊണ്ടുവന്ന ഹരിത കേരള മിഷനെ ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞ കൂട്ടരാണ് ഇപ്പം നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല, എല്ലാ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതികളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതൊരു പ്രാദേശിക പ്രശ്നമല്ല. സർക്കാർ വളരെ ഗൗരവത്തോടു കൂടിയാണത് കാണുന്നത്. ആ നിലയിൽ തന്നെയാണ് അതിനെ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ അതിതീവ്ര മഴ എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഡൽഹിയിൽ അതില്ല. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ചൂടാണ് ഡൽഹിയിൽ. 50 ഡിഗ്രിയാണ് ഉണ്ടായത്. ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ മഴ കൊണ്ട്, പ്രളയം കൊണ്ട് തകർന്നു പോയത് ഡൽഹിയാണ്. നമ്മൾ കണ്ടില്ലേ? ആം ആദ്മി പാർട്ടിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള നിരവധി വെല്ലുവിളികൾ ഉള്ളതുകൊണ്ട് ഇനി കേരളത്തിൽ വ്യവസായം വേണ്ട, വികസനം വേണ്ട. കുറേ പരിസ്ഥിതി സംഘടനകളുടെ നേതാക്കന്മാരായി ഉടുപ്പിട്ട് വരുന്ന കുറേ ആളുകളുണ്ട്. അവരെന്താ പറയേണ്ടത്? രാജസ്ഥാനിൽ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ? രാജസ്ഥാനിൽ എവിടുന്ന് വെള്ളം എടുത്തിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക? അവിടെ ഒരു വ്യാപാര സ്ഥാപനം അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനം ആരംഭിക്കുമ്പോൾ അവരുടെ കൺസേണാണ് വെള്ളം എവിടുന്ന് കിട്ടും. നാട്ടുകാരുടെ വെള്ളം കൂടി പിടിച്ചിട്ട് ഒരു വ്യവസായ സ്ഥാപനം പ്രവർത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിന് പിന്തുണ കൊടുക്കില്ല. നിയമപരമല്ലാത്ത ഒരു സ്ഥാപനവും പ്രവർത്തിക്കാൻ ഞങ്ങൾ പിന്തുണ കൊടുക്കില്ല. പക്ഷെ നിയമപരമായൊരു സ്ഥാപനം പ്രവർത്തിക്കുന്ന രംഗത്ത് തടയാൻ വന്നാൽ ആ തടയൽ അവിടെ നിൽക്കില്ല. തടഞ്ഞവർക്ക് അവിടെ തടഞ്ഞുകൊണ്ട് നിൽക്കാനാവില്ല എന്ന് ബഹുമാനപ്പെട്ട CR നീലകണ്ഠന് ബോധ്യമില്ലേ? നന്ദിഗ്രാമിൽ നിന്ന് മണ്ണും ചുമന്നുകൊണ്ട് വന്ന് വയൽക്കിളി സമരം നടത്തിയ ബിരുദന്മാർ ഈ നാട്ടിലില്ലേ? BJPയുടെയും കോൺഗ്രസിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP എല്ലാം കൂടെ ഒരുമിച്ച് കൊടിയുടെ കീഴിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. എത്ര സമരാഭാസങ്ങൾ നമ്മൾ കണ്ടു, എത്ര വികൃതമായ സമരാഭാസങ്ങൾ കണ്ടു, തല മുട്ടയടിക്കൽ കണ്ടു. ഇപ്പോൾ ഇവർ പറയുന്നത് വ്യവസായത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ തല മുട്ടയടിച്ചേക്കാം. വാളയാറിലെ അമ്മയുടെ തല മുട്ടയടിച്ച പോലെ വ്യവസായത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ തല അങ്ങ് മുട്ടയടിച്ചേക്കാം. കേരളത്തിൽ വ്യവസായമേ വേണ്ട, നമുക്ക് കർണാടകത്തു നിന്ന് സ്പിരിറ്റ് മതി. കർണാടകത്തു നിന്ന് സ്പിരിറ്റും കൊണ്ടുവന്ന് കേരളത്തിൽ കച്ചവടം ചെയ്താൽ KPSC ലളിതയുടെ വർത്തമാനത്തെക്കുറിച്ച് എന്താ ബഹുമാനപ്പെട്ട CRന് പറയാനുള്ളത്? കേരളത്തിൽ മദ്യനിരോധനം ഇല്ല, മദ്യ ഉപഭോഗം കുറയ്ക്കലാണ് നയം. ഞാൻ ഈ ചർച്ചയിൽ ആധികാരികമായിട്ട് പറയുന്നു, നിയമസഭയിൽ വെച്ച കണക്കാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ആ കാലവും ഇന്നത്തെ LDF സർക്കാരിൻ്റെ കാലവും തമ്മിൽ താരതമ്യം ചെയ്താൽ മദ്യ ഉപഭോഗം കേരളത്തിൽ കുറഞ്ഞു. മദ്യശാലകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, പക്ഷെ മദ്യ ഉപഭോഗം കേരളത്തിൽ കുറവാണ്. രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഈ പഞ്ചായത്തിന്റെ അനുമതി വേണ്ട എന്ന് തീരുമാനിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? പാരിസ്ഥിതിക ആഘാത പഠനം എന്നത് പരിഗണിക്കപ്പെടേണ്ടതല്ല എന്ന് സർക്കാരിന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങളെ കേൾക്കുക എന്ന ഈ അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഒരു കാര്യം അതെന്തുകൊണ്ട് അവിടെ നടന്നില്ല? അല്ല, ഒരു സ്ഥാപനം ആരംഭിക്കാൻ പ്രാഥമിക അനുമതി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം അനുമതികളാണോ നിയമപ്രകാരം വേണ്ടത് അതിനവരെ അപേക്ഷിക്കും. അപേക്ഷിക്കുന്ന ഘട്ടത്തിലെ ഹിയറിംഗ് വരുള്ളൂ. ഇപ്പോൾ എക്സൈസിന് മുന്നിലുള്ള പോയിൻ്റ് എന്താണ്? നിലവിലുള്ള എക്സൈസ് നയം അനുസരിച്ച് ഇപ്രകാരം ഒരു ബ്രൂവറി അനുവദിക്കാൻ അവകാശമുണ്ടോ? ഇവിടെ ബഹുമാനപ്പെട്ട CR പറഞ്ഞു എന്തോ നയം മാറ്റി, ഈ കമ്പനിക്ക് വേണ്ടി നയം മാറ്റി. നമ്മുടെ ഒരു ചർച്ചയെ വന്ന് കളവ് പറയരുത്. അത് പണ്ഡിതന്മാരാണെന്ന് ആളുകൾ ധരിക്കുന്നവർ പോലും അങ്ങനെ പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട ജോസഫ് മാത്യുവിൻ്റെ ഒരു വാചകം ഉണ്ടായിരുന്നല്ലോ,
അഴിമതി ഒളിച്ചു കടത്തൽ. ഞാൻ പറയാം അങ്ങോട്ട്, അഴിമതി ഒളിച്ചു കടത്തൽ. അങ്ങനെ ജോസഫ് സി മാത്യു ഒളിച്ചൊന്നും കടത്തണ്ട ഒന്നും. ആ വിരുദ്ധമൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞേക്കാം, എന്താ നിങ്ങൾ ഒളിച്ചു കടത്തുന്നതെന്ന്. ഞാൻ കൃത്യമായിട്ട് ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ബാലഗോപാൽ നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കശുമാങ്ങ അടക്കമുള്ള കേരളത്തിലെ ഫലവർഗ്ഗങ്ങളിൽ നിന്നും വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന അടക്കമുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒന്നാമത്തെ ബഡ്ജറ്റ് എടുത്ത് വായിക്കുക. ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒയാസിസിൻ്റെ ഏതെങ്കിലും ഒരു അപേക്ഷ ഇവിടെ പെൻഡിങ് ആണോ? അപ്പോൾ ഒയാസിസിൻ്റെ അപേക്ഷ പെൻഡിങ് ആയതുകൊണ്ട് നയം മാറ്റി എന്ന് കുമ്പസാരത്തിനിടെ കൂടെ പശുവിനെ കടത്തുന്ന പോലെ അങ്ങനെ കടത്താൻ പോയാൽ അങ്ങനെ നയം മാറ്റുന്നവരല്ല ഞങ്ങൾ എന്ന് മനസ്സിലാക്കണം. ഒരു നയവും മാറ്റിയിട്ടില്ല, ഒരു നിയമവും മാറ്റിയിട്ടില്ല. ഞങ്ങൾ ആകെ ചെയ്ത കാര്യം കേരളത്തിന് പുറത്ത് വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന മദ്യനിർമ്മാണം കേരളത്തിൽ മാത്രം പാടില്ല എന്ന നിലപാട് സ്വീകരിക്കേണ്ടതില്ല. ഇവിടുത്തെ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും ഇനി കേടായ അരിയാണെങ്കിൽ കേടായ അരിയിൽ നിന്നും ഉപയോഗിക്കാം. ഇതാണ് നയംമാറ്റം. ആ നയംമാറ്റത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒയാസിസ് എന്ന പോലെ ഏത് സ്ഥാപനം എവിടെ തുടങ്ങാൻ അപേക്ഷ കൊടുത്താലും അവർക്ക് ഇപ്പോൾ കിട്ടിയ അനുവാദം കിട്ടും. അവരാരംഭിക്കുന്ന സ്ഥലത്ത് അവർക്ക് അവിടുത്തെ നിയമപ്രകാരം എന്തെല്ലാം അപേക്ഷ കൊടുക്കണോ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ പഞ്ചായത്തിനെ കേൾക്കേണ്ടവർ പഞ്ചായത്തിനെ കേൾക്കും, അവിടുത്തെ ജനങ്ങളെ കേൾക്കേണ്ടവർ ജനങ്ങളെ കേൾക്കും. ശരി ശരി, ഞാൻ വരാം ശ്രീ ജോസഫ് സി മാത്യു. അതായത് ഈ പ്രകൃതി വിഭവങ്ങളുടെ അധികാര അവകാശങ്ങൾ ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന ചോദ്യത്തിലാണല്ലോ പഞ്ചായത്തിന്റെ അനുമതി, പാരിസ്ഥിതിക ആഘാത പഠനം, ജനങ്ങളെ കേൾക്കൽ തുടങ്ങിയിട്ടുള്ള ജനാധിപത്യപരമായി ആ ലൈനിൽ ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കപ്പെടേണ്ടത്. അവിടെ തത്വത്തിൽ അംഗീകാരം നൽകുകയും പിന്നീട് നിയമാനുസരണം നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം അതാത് സമയങ്ങളിൽ പൂർത്തിയാക്കും എന്നാണ് അതിന് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നൽകിയിരിക്കുന്ന ഒരു മറുപടി, ഒരു വിശദീകരണം. ആ നിലയ്ക്ക് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ? അതായത് ഗോപി, ഇത് ബാക്കി എല്ലാവരോടും നമ്മളൊരു തികഞ്ഞ പുച്ഛത്തോടുകൂടി നമ്മൾ മാത്രമാണ് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി നിൽക്കുക എന്ന് തീരുമാനിച്ചാൽ പിന്നെ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒന്നും പറയാനില്ല. അതായത് ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അവർ നമ്മളോടൊപ്പം ചർച്ചയിലുണ്ടല്ലോ. അവിടെ മഴനിഴൽ പ്രദേശമായി കുടിവെള്ളം മുട്ടിനിരുന്ന പഞ്ചായത്തിനെ അവിടെ അവർ മാത്രമല്ല സന്നദ്ധ സംഘടനകളുടെയൊക്കെ സഹായത്തോടു കൂടി നടത്തിയ ശ്രമത്തിന് വാട്ടർ കൺസർവേഷന് പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയ പഞ്ചായത്താണ്, കേരളത്തിൽ നിന്നുള്ള ഏക പഞ്ചായത്താണ്. അപ്പോൾ ഇത് നമ്മൾ എന്നിട്ട് അവർക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? അവർക്കാണ് ആ പ്രദേശത്തെക്കുറിച്ച് അറിയാവുന്നത്, ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. അവരവിടെ പ്രവർത്തിച്ചതിന് അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ്. അപ്പോൾ അത് UDF ആണോ LDF ആണോ എന്നുള്ളത് അടുത്ത വിഷയമാണ്. LDF ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ LDFൽ ബൃന്ദാക്കാരായിട്ട് അയച്ച കത്തിലെ വാചകം ഞാൻ വായിക്കാം. ഡ്രാഫ്റ്റ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് 2020 ഈസ് പാർട്ട് ഓഫ് എ വൈഡർ പോളിസി അപ്രോച്ച് ഓഫ് ദി പ്രസന്റ് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്, ടു അപ്പീസ് കോർപ്പറേറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മീറ്റ് ദെയർ ഡിമാൻഡ്സ് ഇൻ ദ നെയിം ഓഫ് എൻകറേജിംഗ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 22ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഒക്കെ കാര്യങ്ങളുണ്ട്. ഇനിയും വേറെ ഒന്ന്, നമ്മുടെ ഇപ്പം എഥനോൾ എടുക്കുന്നല്ലോ, ഭക്ഷ്യധാന്യങ്ങളിൽ നിന്ന് എഥനോൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് CPMന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പീപ്പിൾസ് ലൈഫ്സ്, മില്യൺസ് ഹു ആർ സ്ട്രഗ്ലിംഗ് ടു സർവൈവ് ഫേസിംഗ് ഹങ്കർ, lack of shelter and deprivation cannot be battered for corporate interest. This is criminal. The CPM calls for the immediate reversal of this atrocious decision. ഇതാണ് CPMന്റെ നിലപാട്. അപ്പം നിലപാടുകൾ നമ്മൾ പറയുന്നത് CPMന്റെ പ്രഖ്യാപിത നിലപാടുകൾ ഇതാണ്. അതവിടെ നിൽക്കട്ടെ. അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു അധികാര വികേന്ദ്രീകരണം നടത്തിയ ഒരു സ്ഥലത്ത് പഞ്ചായത്തിനോട് ചോദിക്കാതെ പഞ്ചായത്ത് സെക്രട്ടറിയോട് രഹസ്യത്തിൽ വിളിച്ചിട്ട് ആരാണ് കുമ്പസരിക്കുമ്പോൾ പശുവിനെ കടത്തുന്നതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഉണ്ടായിരിക്കെ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചിട്ട് ആരെങ്കിലും പരാതിയുമായി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് അത് അനുമതിയായി വ്യാഖ്യാനിക്കലാണ് പശുവിനെ കടത്തൽ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഡീസെൻട്രലൈസേഷൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഇനി ഒരു നയം പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ച നയത്തിൽ പറയുന്നത് ധാന്യേതര കാർഷിക വിളകളിൽ നിന്ന് വീഞ്ഞുണ്ടാക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുമെന്ന് എടുത്തു പറഞ്ഞിരിക്കെ ധാന്യങ്ങളിൽ നിന്ന് വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രാഥമിക അനുമതി എങ്ങനെ കൊടുക്കും? നിലവിലുള്ള LDF നയത്തിന് വിരുദ്ധമല്ലേ ഇത് എന്നാണ് ചോദ്യം. അപ്പോൾ മറ്റ് പല കാര്യം നയം വേണേൽ തിരുത്താം.
നയം തിരുത്താം, ഇങ്ങനെ പല പ്രഖ്യാപനങ്ങളും വന്നിട്ടുണ്ട്. ഈ പ്രഖ്യാപനങ്ങൾ വരുന്നത് ഇപ്പോൾ അഴിമതിയെക്കുറിച്ചും പറഞ്ഞു. ഒരു സർക്കാരിൻ്റെയും കാലത്ത് ആ സർക്കാരിൻ്റെ അഴിമതികൾ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ ബാലകൃഷ്ണ പിള്ളയുടെ കേസ് 20 വർഷം കേസ് നടത്തിയിട്ടാണ് ശിക്ഷിക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. 22 വർഷം. പക്ഷെ അങ്ങനെ കേസ് നടത്താൻ ഒരാളും ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നടന്നോളണമെന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെ ഇത് പിടിച്ചില്ലല്ലോ, ഇന്ന് പിടിച്ചില്ലല്ലോ എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിറകിൽ, ഈ നയമാറ്റത്തിൻ്റെ പിറകിലുള്ളത് സൗത്ത് ഗ്രൂപ്പാണ്. നിങ്ങൾ കവിത എങ്ങനെ ഇവിടെ വന്ന് താമസിച്ച് തിരുവനന്തപുരത്ത് ഏത് വീട്ടിലാണെന്ന് നിങ്ങൾ അന്വേഷിക്കണം ഗോപി, നിങ്ങൾ അന്വേഷിക്കണം. അരുൺ രാമചന്ദ്രൻ പിള്ള എന്ന് പറയുന്നത് ആരുടെ സുഹൃത്തുക്കളാണെന്ന് അന്വേഷിക്കണം. അപ്പോൾ ഒരു വെസ്റ്റഡ് ഗ്രൂപ്പ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കാർക്കും ഇതൊന്നും അറിയത്തില്ല. കടലാസിൽ എഴുതി വെച്ചിട്ടില്ലേ, നിയമം പാലിക്കണമെന്ന് എഴുതിയിട്ടില്ലേ, നിയമപരം അല്ലെങ്കിൽ നടക്കും അല്ലെങ്കിൽ നടത്തത്തില്ല എന്ന് പറയുകയാണ്. ഇത് മാത്രമാണ്. ഇപ്പോൾ ഇവിടെ ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈയെ കുറിച്ച് പറഞ്ഞല്ലോ. ഇവിടെ ജിം എന്നൊരു പരിപാടി നടന്നിട്ടുണ്ട് ആന്റണി സർക്കാരിൻ്റെ കാലത്ത്, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. ആ സമയത്ത് പെരിയാർ വിൽക്കുന്നു എന്നൊരു തലക്കെട്ട് ദേശാഭിമാനിയിലുണ്ടായിരുന്നു. ലേഖകൻ വി ജെയിനായിരുന്നു, എൻ്റെ സുഹൃത്തുമാണ്. അദ്ദേഹം ഇപ്പോൾ MP രാജേഷിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. രാജേഷ് അന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇവർ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നും എടുത്തൊന്ന് പരിശോധിക്കണം. ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈയുടെ സമയത്ത് അന്ന് പെരിയാറിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ വെള്ളം കുടിക്കാനുള്ളതാണോ വിൽക്കാനുള്ളതാണോ എന്ന് സർക്കാർ പറയണം എന്നുള്ളതാണ് ഉയർത്തിയ ചോദ്യം. അപ്പോൾ ഇത് കേരളത്തിന് രാഷ്ട്രീയ ചരിത്രം കുറേയുണ്ട്, അത് ഇന്നലെ തുടങ്ങിയതല്ല. അപ്പോൾ ഇപ്പോഴിരിക്കുന്ന അധികാരസ്ഥാനത്തിരിക്കുന്ന അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന പലർക്കും ഒരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാട് നമ്മൾ കേരളത്തിലെ ജനങ്ങളോട് പരസ്യമായി പറഞ്ഞതാണ്. അപ്പോൾ കുടിവെള്ളം ഇല്ലാത്തടത്ത് ഭൂഗർഭ ജലമല്ല എന്ന് പറഞ്ഞാൽ ഈ ജലം എങ്ങനെയാണ് ഈ ഭൂഗർഭ ജലം ആകുന്നത്? ഈ റെയിൻ വാട്ടർ സൈക്കിളിനെ കുറിച്ചൊന്നും നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഇത്രയധികം കോടിക്കണക്കിന് ലിറ്റർ വെള്ളം അവിടെ നിന്ന് ഇതുപോലൊരു പ്രദേശത്ത് നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ പറയുന്നതിൻ്റെ ഒരു അപകടം എന്താണെന്നറിയാമോ? ഈ സർക്കാരിന് വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നവരുടെ നയം ആയിരിക്കരുതേ സർക്കാരിനെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അപേക്ഷിക്കുന്ന ആർക്കും ഇത് തുടങ്ങാമെന്നാണ് പറയുന്നത്. അതിൻ്റെ അപകടം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പറയുന്ന ഒരു മാള് തുടങ്ങുന്ന, ഒരു കട തുടങ്ങുന്നതിന് തുല്യമാണ് ഇതെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഓർഡർ ഇറക്കുന്നത്? ശരി ശരി, എന്തിനാണ് ഇങ്ങനെ ഒരു പ്രത്യേക നയം കൊണ്ടുവരുന്നത്? ജോസഫ് സി മാത്യു, ഞാൻ ഞാൻ അതിലേക്ക് വരാം. ശ്രീ സി ആറിലേക്കും ഞാൻ വരാം. ശ്രീ സി ആർ നീലകണ്ഠൻ, സമയപരിമിതി ഉണ്ട്, താങ്കൾക്ക് അറിയാമല്ലോ. ഒരു പ്ലാച്ചിമടൽ മോഡൽ സമരം വേണ്ടി വരുമോ ഇവിടെ എലപ്പുള്ളിയിൽ? തീർച്ചയായിട്ടും അതിനേക്കാൾ വലുത് വേണ്ടി വരും. ഒരു വാക്ക്, 2023-24 നയം അനുസരിച്ചാണ് ഇത് കൊടുത്തതെന്ന് MP രാജേഷിൻ്റെ പത്രസമ്മേളനത്തിൽ പറയുന്നു. 2022 ഇവരൊരു അപേക്ഷ കിട്ടിയെന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞതാണ് കള്ളം എന്ന് പറയുക. അനിൽകുമാർ എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ കള്ളന്മാരും അദ്ദേഹം മാത്രം ഒരു പരിശുദ്ധാത്മാവുമാണെന്ന് വിചാരിക്കേണ്ട. ഞാൻ പറഞ്ഞു വന്നത് പ്ലാച്ചിമടയേക്കാൾ ശക്തമായ സമരം ഉണ്ടാവും. കാരണം പ്ലാച്ചിമടയുടെ അനുഭവം കൂടി ഇവിടെയുണ്ട്. പ്ലാച്ചിമട സമരത്തെ അദ്ദേഹം കളിയാക്കുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ കളിയാക്കേണ്ടി വരും, ഭരണത്തിലിരിക്കുകയാണ്. ആറന്മുള സമരത്തെ അദ്ദേഹം കളിയാക്കും, എല്ലാ സമരത്തെയും കളിയാക്കും. ഭരണത്തിൽ വരുമ്പോൾ സമരത്തെ കളിയാക്കും. ഭരണത്തിൽ നിന്ന് പുറത്തു വന്നാൽ സ്വാശ്രയ കോളേജായാലും ട്രാക്ടറായാലും കമ്പ്യൂട്ടറായാലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അനിൽകുമാറിനെ കുറ്റം പറയില്ല, അത് അവരുടെ നയമാണ്. ഭരണത്തിൽ വരുമ്പോൾ അതിനനുകൂലിക്കുക, ഭരണത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ എതിർക്കുക, കേരളത്തിന് പുറത്ത് എതിർക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഫിറോസ്പൂരിൽ ഇതേ കമ്പനിക്കെതിരായി സമരത്തിൽ ബഹുമാനപ്പെട്ട അനിൽകുമാറിൻ്റെ പാർട്ടി നേതാവും കൂടി ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അഡ്വക്കേറ്റ് അനിൽകുമാർ, താങ്കൾ കൈ ഉയർത്തിയല്ലോ. അല്ല, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് 2021 ബഹുമാനപ്പെട്ട KN ബാലഗോപാലിൻ്റെ ബഡ്ജറ്റാണ്. അന്നേരം ഒയാസിസിൻ്റെ അപേക്ഷ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അത് മലയാള ഭാഷ തന്നെയല്ലേ പറഞ്ഞത്. രണ്ടാമത്, ഞങ്ങളെല്ലാം എതിർത്തെന്നാണോ പറഞ്ഞത്? ഞങ്ങൾ എതിർത്തത് കൊണ്ടാണോ ദേശീയപാത വന്നത്? ഞങ്ങൾ എതിർത്തുകൊണ്ടാണോ ഗെയിൽ പൈപ്പ് ലൈൻ ഉണ്ടായത്? ഞങ്ങൾ എതിർത്തത് കൊണ്ടാണോ ലൈഫ് മിഷനിൽ 5.25 ലക്ഷം വീട് പണിതുകൊണ്ടിരിക്കുന്നത്? കൊണ്ടാണ് ഈ സ്കൂളെല്ലാം നന്നായത്, ആശുപത്രികൾ നന്നായത്, മലയോര പാത ഉണ്ടായത്? ഇതെല്ലാം എതിർത്തവർ നിങ്ങൾ അനുകൂലിച്ചു. ബഹുമാനപ്പെട്ട CRA, കേരളത്തിന് വേണ്ടി നിങ്ങൾ അനുകൂലിച്ച ഒരു കാര്യം പറയാമോ? കേരളത്തിന് വേണ്ടി നിങ്ങൾ അനുകൂലിച്ച ഒരു കാര്യം പറയാമോ? നൂറുകണക്കിന് പദ്ധതിയുണ്ട്. കേരളത്തിന് വേണ്ടി അനുകൂലിച്ച ഒരു കാര്യം നിങ്ങളെ കൊണ്ട് തൊലച്ചു. പിണറായി വിജയനെതിരെ പുസ്തകം എഴുതി, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പുസ്തകം എഴുതി, ലാബിൽ എന്ന് പറഞ്ഞ ഡൽഹി കൊണ്ട് കൊടുത്തിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ, ഞാൻ പറയാം അങ്ങോട്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ, പിണറായി വിജയനെതിരെ ലാബിൽ നിന്ന് പുസ്തകം എഴുതി. ആ പുസ്തകം അച്ചടിപ്പിക്കാൻ കൂട്ടുന്നയാൾ അപ്പുറം ഇരിപ്പുണ്ടല്ലോ. ഉണ്ടാക്കിയിട്ട്
ഒരു സർക്കാർ എനിക്ക് അധികാരത്തിലിരിക്കുമ്പോൾ, മേഡത്തിലേക്ക് ഒന്ന് ഒരു പോകണം. സർക്കാർ എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മേഡം അഴിമതി താങ്കൾക്ക് കേസ് പറയാനുള്ളത് കൂടി തെളിയിക്കുന്ന എന്താണ് സമയത്ത് പഞ്ചായത്ത് ഞാൻ മേഡത്തിന്റെ പറയട്ടെ, നീക്കം? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു കേസ് ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ അഴിമതി കേസ് തെളിഞ്ഞിട്ടില്ലെന്നാ. ലാവലിൻ കേസ് എങ്ങനെയാ തെളിഞ്ഞത്? ലാവലിൻ കേസിൽ എന്താ തെളിഞ്ഞത്? ഒരു കേസിലും എവിടെയാ സ്വീകരണ കാലഘട്ടത്തിന്റെ അല്ല, പുസ്തകം? ഏത് കേസാ തെളിഞ്ഞത്? എവിടെ ലാവലിൻ കേസ്? ഏത് കേസാ സാർ തെളിഞ്ഞത്? എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മേഡം പറഞ്ഞോളൂ. മേഡം പറഞ്ഞോളൂ, സമയം അവസാനിക്കുകയാണ്. മേഡം പറഞ്ഞു. ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് അനിൽകുമാർ, ഒരു മിനിറ്റ്. ഇനി ഈ വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറയണം. മറുപടി ഉണ്ട്. നമുക്ക് തുടങ്ങല്ലേ, നമ്മൾ തുടങ്ങല്ലേ, നമുക്ക് തുടങ്ങാവുന്നേ. ഒരു മറുപടിയും ഇല്ല. കാരണം സാധാരണക്കാർക്ക് വേണ്ടി വാദിക്കാനല്ല, കുത്തക കമ്പനികൾക്ക് വേണ്ടി വാദിക്കാനാണ് ശ്രീ അനിൽകുമാർ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. നോക്കൂ, ഈ നിർദ്ദിഷ്ട സ്ഥലത്തിന്റെ തൊട്ടടുത്ത് തന്നെ 8 ഏക്കർ സ്ഥലം അവിടെ കോമ്പൗണ്ടുകൾ കെട്ടിയിട്ടിട്ടുണ്ട്. ആ സ്ഥലം ഒരു കോളേജ് നടത്തുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അത് സത്യമാണോ എന്നറിയാൻ അവർ 2018 ഒരു പ്രയാഗ കോളേജിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടതാണ് അത്ര ഒരു വ്യക്തി. അത് സത്യമാണോ എന്നറിയാൻ നമ്മൾ പഞ്ചായത്തിൽ ആ കാര്യങ്ങൾ അന്വേഷിച്ചു. അവർ ബിൽഡിംഗ് പെർമിറ്റ് എടുത്ത് 2018 ബിൽഡിംഗ് പെർമിറ്റ് എടുത്ത് ഇതുവരെ അവർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അനുമതിയോടുകൂടി നടത്തുന്ന ഒരു കോളേജാണെന്ന് പറഞ്ഞ് അവരിപ്പോൾ താൽക്കാലിക കെട്ടിടത്തിൽ പാലക്കാട് ഒരു സ്ഥലത്താണ് നടത്തുന്നത്. അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ലല്ലോ. 2026 വരെ അവർക്ക് ബിൽഡിംഗ് പെർമിറ്റ് അനുവദിച്ചത് നിലവിലുണ്ട്. അത് ഞങ്ങൾ എതിർക്കുന്നില്ലല്ലോ. എല്ലാ വികസനത്തെയും എതിർക്കുന്നു എന്ന് ഒറ്റ വാക്കിൽ അങ്ങോട്ട് പറഞ്ഞ് തള്ളല്ലേ ശ്രീ അനിൽകുമാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, 4 മാസങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി എലപ്പുള്ളി പഞ്ചായത്തിൽ വന്ന് ഈ അന്തരീക്ഷത്തിലെ കാർബണിൻ്റെ അംശം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കർഷകരുടെ ഒരു സെമിനാർ തന്നെ നടത്തി. അത് കഴിഞ്ഞ ആഴ്ചയാണ്. അതിൽ രജിസ്റ്റർ ചെയ്ത 460 കർഷകർക്ക് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ആ പരിപാടി ഞാനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ എന്താണ് പറഞ്ഞത് അവരോട്? പരമാവധി നിങ്ങളുടെ കൃഷിയിടങ്ങൾ കൃഷിയോഗ്യമാക്കുക, തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കുക, അന്തരീക്ഷത്തിൽ കാർബണിൻ്റെ അളവ് കുറയ്ക്കുക, വിഷാംശം കുറയ്ക്കുക, ശുദ്ധവായു ഓക്സിജൻ ലഭ്യമാകുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താണ് ഇത് നടപ്പിലാക്കുന്ന ആദ്യത്തെ ഏതായാലും പഞ്ചായത്ത് ഈ കാര്യത്തിൽ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. ജനങ്ങൾ ഈ ബ്രുവറി വരുമ്പോൾ അതിനോട് ഏത് തരത്തിൽ വരാനുള്ള നീക്കങ്ങളോട് ഏത് തരത്തിലാണ് പ്രതികരിക്കാൻ പോകുന്നത് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പ്ലാച്ചിമട മോഡൽ സമരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കുന്ന സമീപനം സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുമോ എന്നത് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. എൻകൗണ്ടർ പ്രൈമിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം